നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമല മേൽശാന്തി തീർത്ഥം നൽകിയപ്പോൾ അയ്യപ്പ സവിധത്തിൽ നിന്ന് ഏറ്റുവാങ്ങി സാനിറ്റൈസർ കണക്കെ ഇരു കൈയും കൂട്ടി തുടച്ചു കളഞ്ഞ ഒരു ദേവസ്വം മന്ത്രി നമുക്കുണ്ടായിരുന്നു, കെ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് പകരക്കാരനായി വന്ന VN വാസവൻ ഇന്ന് രാവിലെ സന്നിധാനത്ത് സ്വാമി അയ്യപ്പനെ അവഗണിച്ച ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ മന്ത്രി അയ്യപ്പ വിഗ്രഹത്തെ വണങ്ങി തൊഴണം എന്നൊന്നും ഞങ്ങൾ വാശി പിടിക്കുന്നില്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷം തിരുനടയിൽ നിലയുറപ്പിച്ച അദ്ദേഹത്തിന് അയ്യപ്പനെ നോക്കി നിൽക്കാമായിരുന്നു. അറിയാതെ തൊഴുതു പോയാലോ എന്ന ഉൾഭയം കൊണ്ടാവാം കൈകൾ രണ്ടും പിറകിലേക്ക് മാറ്റിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ ദേവസ്വം മന്ത്രി. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. അയ്യപ്പനെ അവഹേളിക്കുകയായിരുന്നില്ലേ ദേവസ്വം മന്ത്രി? VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി, യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്, ഇടതുമുന്നണി നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ വിജി തമ്പി, സന്നിധാനത്ത് അയ്യപ്പൻ്റെ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ദേവസ്വം മന്ത്രി വിഗ്രഹത്തിലേക്ക് നോക്കാതിരിക്കുന്നതിനെ എന്ത് വിളിക്കണം? സ്വാമിയേ ശരണമയ്യപ്പ. സത്യം പറഞ്ഞാൽ ഇത്രയും നിന്ദ്യവും നീചവുമായ ഒരു നടപടിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി ഇന്ന് ശബരിമലയിൽ കാണിച്ചത്. രാവിലെ മാത്രമല്ല, വൈകുന്നേരവും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള അവിശ്വാസികൾ, അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടമാണ്, നമുക്കാർക്കും അദ്ദേഹത്തിന് വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ദൈവവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എല്ലാം കമ്മ്യൂണിസവും പിണറായി വിജയനും ഒക്കെയാണ്. ആയിക്കോട്ടെ, അതിലൊന്നും നമുക്കൊരു വിരോധവും ഇല്ല. അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് ഈ 18-ാം പടി ചവിട്ടി മുകളിൽ വന്ന് ഭഗവാന്റെ ഈ ശ്രീകോവിലിന് മുമ്പിൽ നിൽക്കുന്നത്? അവിടെ വരുന്നവർ ഭക്തരായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം കൂടെ ചോദിക്കട്ടെ. ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു നാടാണ് തമിഴ്നാട്. ഇതുപോലെ തന്നെ സനാതന ധർമ്മത്തെ വളരെ പുച്ഛിച്ച ഒരു വ്യക്തിയാണ് ശ്രീ സ്റ്റാലിൻ. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ദേവസ്വം ബോർഡ് മന്ത്രി ശ്രീ PK സുധീർ ബാബു, അദ്ദേഹം ഇന്ന് ശേഖർ ബാബു അദ്ദേഹം ഇന്ന് ശബരിമലയിലുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ഭക്തിയോടുകൂടിയാണ് ആ അയ്യപ്പ സ്വാമിയെ വണങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ തിരുനെറ്റിയിൽ അദ്ദേഹം ചന്ദനക്കുറി അണിഞ്ഞിരിക്കുന്നു ഭക്തിയോടുകൂടി. അതായത് അദ്ദേഹം നിൽക്കുന്ന അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭക്തി, ആ ഭഗവാനെ വണങ്ങുന്നതിൽ. അപ്പോൾ അങ്ങനെയുള്ള ഭക്തരാണല്ലോ ശബരിമലയിൽ വരേണ്ടത്. അത് ദേവസ്വം മന്ത്രിയായാലും ദേവസ്വം പ്രസിഡന്റ് ആയാലും ആരായാലും. ഞാൻ ചോദിക്കട്ടെ, കുറേ MLA-മാരും MP-മാരും കുറേ രാഷ്ട്രീയക്കാരുമാണ് ഇന്ന് ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ കുത്തി നിറച്ച് നിൽക്കുന്നത്. എന്തിനു വേണ്ടിയാണ് അവരവിടെ നിൽക്കുന്നത്? അതേ തൊഴണമെങ്കിൽ ഒന്ന് തൊഴുതിട്ട് മാറിക്കൊടുത്തൂടെ? എത്രയോ ആൾക്കാർ എത്രയോ ദൂരം താണ്ടി ആ ഭഗവാനെ ഒരു നോക്ക് കാണാൻ, ആ സംക്രമ സമയത്ത് അല്ലെങ്കിൽ മകരവിളക്ക് തെളിയുന്ന സമയത്ത് ആ തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്രയോ കാലമായിട്ട് എത്രയോ ദൂരത്ത് നിന്ന് വ്രതമനുഷ്ഠിച്ച് ഭഗവത് ഭക്തിയോടെ വരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ കാത്തുകെട്ടി കിടക്കുന്നത്. അവർക്കൊരു ദർശന സൗഭാഗ്യം നൽകാതെ ഇവർ കയറി നടയിൽ കയറി നിൽക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കോടതി പല കാര്യത്തിലും പല ആൾക്കാരുടെ കാര്യത്തിലും ഇവിടെ ഇടപെട്ടു. അവരെ കൂടുതൽ നേരം നിർത്തി, അല്ലെങ്കിൽ നടൻ ദിലീപിനെ നിർത്തി അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്തു. അവിടെ വർഷങ്ങളായിട്ട് എത്രയോ 10-33 വർഷങ്ങളായിട്ട് അയ്യപ്പന് വേണ്ടി എല്ലാ സേവയും ചെയ്യുന്ന, അയ്യപ്പ സ്വാമിയെ ശരണമെന്ന് പറഞ്ഞ് അവിടെ ജീവിക്കുന്ന സുനിൽ സ്വാമി എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ ആൾക്കാരെല്ലാം കൂടി ചേർന്ന് അവിടുന്ന് പടിയിറക്കി. 33 വർഷമായിട്ട് ഒരു ദിവസം പോലും ദർശനം മുടങ്ങാത്ത അദ്ദേഹത്തെയാണ് അവിടുന്ന് പടിയിറക്കിയത്. ആയിക്കോട്ടെ, അതെല്ലാം ആയിക്കോട്ടെ, എല്ലാം നമുക്കൊന്നും വിരോധമില്ല. പക്ഷേ അത് അയ്യപ്പ സ്വാമിയെ ദർശിക്കാൻ വരുന്ന ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കാനായിരിക്കണം. അതുപോലെ ഇതുപോലെ രാഷ്ട്രീയ കോമാരങ്ങളെ പിടിച്ച് മുന്നിൽ നിർത്താനായിരിക്കരുത്. ഈ കോമരങ്ങൾ മുന്നിൽ കയറി നിൽക്കുകയല്ലേ. ഞാൻ ചോദിക്കട്ടെ, എന്തായാലും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് വലിയ ദോഷമൊന്നുമില്ലാത്ത നല്ലൊരു
ശബരിമല മണ്ഡലകാലമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇന്നിപ്പോൾ മകരവിളക്കും കഴിഞ്ഞു. ഇനി ഒരു 4-5 ദിവസം കൂടെ കഴിയുമ്പോൾ ഈ മണ്ഡലകാലം പൂർത്തിയാകുകയാണ്. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് വലിയ ദോഷങ്ങളൊന്നുമില്ല, ആപത്തുകളും അപകടങ്ങളൊന്നും ഇല്ലാതെ കടന്നുപോയി. അതിന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് നിയമിക്കപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ ജയകൃഷ്ണനും അതുപോലെ തന്നെ നമ്മുടെ പോലീസിൻ്റെ മേധാവി ADGP ശ്രീ S. ശ്രീജിത്തും അതുപോലെ തന്നെ പൂർണ്ണമായ ഒരു ഭക്തനാണ്, എനിക്ക് വ്യക്തമായി അറിയാവുന്ന ആൾ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത്. അദ്ദേഹം ഭക്തനാണ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം, കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റിലേക്ക് മാറി വന്ന ആളാണ്, പക്ഷേ തികഞ്ഞ ഭക്തനാണ്. അദ്ദേഹം എപ്പോഴും കുറിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം ആ സോപാനത്തിന് മുമ്പ് നിന്ന് ഭഗവാനെ തൊഴുമ്പോൾ ആ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭക്തിയുണ്ടെന്ന്. ഇവർക്കെല്ലാം കൊടുത്തൊരു അനുഗ്രഹം പോലെയാണ് വലിയ ദോഷമില്ലാതെ ഈ കാലഘട്ടം, ഈ ശബരിമല ഇത്തവണത്തെ മണ്ഡലകാലം കഴിഞ്ഞു പോയത്. പക്ഷേ ഇതുപോലെ തന്നെ ഈ വാസവൻ എന്ന് പറയുന്ന മന്ത്രി ഈ മണ്ഡല പൂജയുടെ അന്നും ഇതുപോലെ വന്ന് ശബരിമലയിൽ ഇതേപോലെ വൃത്തിയായിട്ട് കാണിച്ച ആളാണ്. നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ ഇതിന് മുമ്പ് ഇരുന്ന ദേവസ്വം മന്ത്രിയാണ് ശ്രീ രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് സോപാനത്തിന് മുമ്പിൽ നിന്ന് തീർത്ഥം വാങ്ങിച്ചിട്ട് സാനിറ്റൈസർ പോലെ കൈ കഴുകിയത്. അതുപോലെ തന്നെയല്ലേ ഇത്? എത്ര പുച്ഛത്തോടുകൂടി, എത്ര നികൃഷ്ടമായ ചിന്തയോടുകൂടിയാണ് അദ്ദേഹം ആ ശബരിമല ആ സന്നിധാനത്ത് ആ പൊന്നും തൃപ്പടിയുടെ മുമ്പിൽ ആ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഒന്നകത്തേക്ക് നോക്കാൻ അല്ലെങ്കിൽ ഒന്ന് തൊഴാൻ. നേരത്തെ അനിൽ നമ്പ്യാർജി പറഞ്ഞതുപോലെ തൊഴുതു പോകുമോ എന്ന് പേടിച്ചാണ് കൈ പിന്നിൽ കെട്ടിയിരിക്കുന്നത്. അബദ്ധത്തിനകം തൊഴുതു പോയാൽ അദ്ദേഹത്തിൻ്റെ തല പിന്നെ ആ ഉടലിൽ ഉണ്ടാവില്ല, അറുത്തുകളയും CPM-കാർ. അതാണ് അദ്ദേഹത്തിൻ്റെ ഭയം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഉള്ളിൽ ഇനി ഭക്തി ഉണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഉണ്ടെങ്കിൽ തന്നെയും അത് കാണിക്കാൻ കഴിയണം. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ തന്നെയല്ലേ തമിഴ്നാട്ടിലെ മന്ത്രി ശ്രീ ശേഖർ ബാബു? അദ്ദേഹം അവിടുത്തെ ദേവസ്വം മന്ത്രിയാണ്. അദ്ദേഹം ഇന്ന് ഭക്തിയോടെ തൊഴുന്നു, അദ്ദേഹം ഇന്ന് ഭക്തിയോടെ കളഭവും ചാർത്തിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ ആ പ്രശാന്ത്, അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അദ്ദേഹം ഇന്ന് ഭക്തിയോടുകൂടി ഭഗവാനെ തൊഴുന്നു. അപ്പം തൊഴാൻ പറ്റിയില്ലെങ്കിൽ, ഭക്തി ഇല്ലെങ്കിൽ എന്തിനാ അവിടെ ഒന്ന് നിൽക്കണം? അതാണ് എൻ്റെ ചോദ്യം. സത്യം പറഞ്ഞാൽ അവിടെ ഭക്തിയുള്ളവർ വന്നാൽ മതി. ഭഗവാനെ ദർശിക്കാനും ഭഗവാനെ കാണാനും ഭഗവാനോട് പ്രാർത്ഥിക്കാനും വരുന്നവർ ശബരിമലയിൽ വന്നാൽ മതി. ഇദ്ദേഹത്തിന് ഇനി അവിടെ ശബരിമലയിൽ വന്ന് അവിടുത്തെ മറ്റ് ഒരുക്കങ്ങൾ നോക്കണമെങ്കിൽ അദ്ദേഹം താഴെയോ ഗസ്റ്റ് ഹൗസിലോ യോഗങ്ങളോ മീറ്റിങ്ങോ ഒക്കെ വിളിച്ചോട്ടെ. എന്തിനാണ് 18-ാം പടി ചവിട്ടി മുകളിൽ വന്ന് ആ തിരുനടയിൽ ഇദ്ദേഹം നിൽക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഇത് 1-2 പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യമായി? ഇനിയെങ്കിലും ഭക്തർ ഇതിൽ ഇടപെടണം. ഇനി ഇടപെട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ വിശ്വഹിന്ദു പരിഷത്ത് പോലുള്ള ഹിന്ദു സംഘടനകൾ ഇതിൽ ഇടപെടും. ഇതുപോലുള്ള ആൾക്കാരോട് നിൽക്കുമ്പോൾ പിടിച്ചു മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. തീർച്ചയായും തൊഴാൻ പറ്റുമെങ്കിൽ തൊഴുക, തൊഴാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റണം. അത് മന്ത്രിയായാലും തന്ത്രിയായാലും ആരായാലും അതാണ് ചെയ്യേണ്ടത്. അതിന് ഉള്ള ആർജവം ഭക്തജനങ്ങൾ കാണിക്കണം. അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകൾ അതിന് തയ്യാറായി മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഇനി ഉണ്ടാവും. PM സുരേഷ് ബാബു, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നത്. താങ്കൾക്കറിയാലോ, ഒരു ബിജി തമ്പി ഞാൻ വരാം, ഒരു മാത്ര അയ്യപ്പനെ കാണാൻ അറിയാലോ. ആ ദേവസ്വം ജീവനക്കാർ തന്നെ അവിടെ നിന്ന് പിടിച്ചു തള്ളുന്നതും അവരെ അതിനെ അനുവദിക്കാത്തതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഒരു നോക്ക് കണ്ട ശേഷം അവർക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ദേവസ്വം മന്ത്രി VN വാസവൻ കുറ്റിയടിച്ച പോലെ അങ്ങനെ നിൽക്കുന്നത്. അദ്ദേഹത്തിൽ ഭക്തിയില്ല, അറിയാം, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്, അവിശ്വാസിയാണ് എന്നറിയാം. പക്ഷേ എങ്കിലും അങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊന്ന് ആ ശ്രീകോവിലേക്കൊന്ന് നോക്കിക്കൂടായിരുന്നോ? അല്ലേ? ദേവസ്വം മന്ത്രിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെങ്കിൽ പിന്നെ സന്നിധാനത്ത് നിൽക്കേണ്ട കാര്യമുണ്ടോ? ഒരു കെട്ടുകാഴ്ച പോലെ ഇങ്ങനെ ചമഞ്ഞ് ഒരുങ്ങി അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ മുഖം ലോകം മുഴുവൻ കാണാൻ വേണ്ടിയോ? ഇത് ന്യായീകരിക്കാൻ പറ്റുമോ വക്കീലെ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു കുഴപ്പങ്ങളൊന്നുമില്ലാതെ കടന്നുപോയ ഈ മണ്ഡല വിളക്ക് കാലം ഇപ്പോൾ അതിൻ്റെ ഒരു ചുമതലക്കാരനായൊരു മന്ത്രിയുടെ നിൽപ്പ്, മന്ത്രിയുടെ നോട്ടം, അദ്ദേഹത്തിൻ്റെ കൈകൾ എവിടെ വെച്ചു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രം നമ്മൾ താഴോട്ട് പോകുന്നത് ശരിയാണോ ശ്രീ അനിൽ നമ്പ്യാർ? അല്ല, ഒരിക്കലും അതുകൊണ്ട് താഴോട്ട് പോകുന്നില്ല. ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. നാട്ടുകാരറിയണം, ഇത് ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ട? ഇങ്ങനെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാണ് താഴോട്ട് പോകുന്നത്?
അല്ല, ഞാനിത് പിന്നെ അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളിലേക്ക് വരികയാണ്. നമ്മൾ ഒരിക്കലും ഇത്തരം ചർച്ചകളായിരുന്നില്ല വേണ്ടിയിരുന്നത് എന്ന ഉറച്ച വിശ്വാസക്കാരനും അഭിപ്രായക്കാരനുമാണ് ഞാൻ. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് ശ്രീ അഭയദേവ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഈ മകര വിളക്കിൻ്റെ അവസാനത്തെ ഒരു ചടങ്ങുണ്ടല്ലോ, നമ്മുടെ സർവാഭരണ ഭൂഷിതനായി നിൽക്കുന്ന അയ്യപ്പ ഭഗവാനെ ദർശിക്കാനുള്ള ഈ ആളുകൾ, മന്ത്രി അടക്കമുള്ള ആളുകൾ നിന്നതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഞാനിവിടെ കേട്ടു. ഞാൻ അദ്ദേഹത്തെ അവിടെ കണ്ടു. അദ്ദേഹം കൈ വയറിനോട് ചേർത്ത് പിടിച്ച് ഭക്തിപൂർവം അവിടെ നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ അനിൽ നമ്പ്യാർ അതൊന്ന് ഇട്ട് നോക്കണം. അത് വൈകുന്നേരം, അത് കഴിഞ്ഞ് നട തുറന്ന് ഞാൻ വൈകുന്നേരത്തെ കാര്യമാണ് തിരുവാഭരണം ചാർത്തിയ സമയത്ത് അദ്ദേഹം താങ്കൾ പറഞ്ഞ പോലെ കൈ ഇങ്ങനെ വെക്കുകയായിരുന്നു. ശരിയാണ്. രാവിലെ അദ്ദേഹം എങ്ങനെയായിരുന്നു നിന്നതെന്ന് താങ്കൾ നോക്കുക. മാത്രമല്ല ഇപ്പോ ഈ ഞാനിതൊന്ന് പറഞ്ഞു തീർന്നോട്ടെ സാർ. തല പുറകോട്ട് വലിക്കുക. അല്ല, നോട്ടത്തിന് നിങ്ങൾ ഓരോന്നിനും ഓരോ നിങ്ങൾക്ക് നോക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് അതൊരു ആപേക്ഷിക സിദ്ധാന്തമല്ലേ ശ്രീ അനിൽ നമ്പ്യാർ? അദ്ദേഹം അത് കഴിഞ്ഞ് നട തുറന്ന് മേൽശാന്തി പുറത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഭക്തിപൂർവം കുനിഞ്ഞ് തല കുനിച്ച് ബിംബത്തിലേക്ക് നോക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ചാനലിൽ ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിൽ ഭക്തി കാണാൻ സാധിച്ചിട്ടില്ല. കൈകൂപ്പണമെന്ന് ബിംബത്തിലേക്ക് നോക്കുന്നത് ഒന്ന് റീപ്ലേ ചെയ്താൽ മതി. അങ്ങയുടെ തമിഴ്നാട് ദേവസ്വം മന്ത്രി ശേഖർ ബാബു, അദ്ദേഹം എത്ര ഭക്തിപൂർവമാണ് അവിടെ നിൽക്കുന്നത്. പോട്ടെ, തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.എസ്. പ്രശാന്ത്, അദ്ദേഹം എത്ര ഭക്തിയാദരവോടുകൂടിയാണ് സാർ നിൽക്കുന്നത്. എന്താ വാസവൻ, എന്താ കൊമ്പുണ്ടോ സാർ? അങ്ങനെ കേൾക്കൂ സാർ, അങ്ങനെ കേൾക്കൂ, അങ്ങനെ അങ്ങ് കേൾക്കൂ. ഇത് വ്യക്തി ടു വ്യക്തിയാണ്. ഭക്തി ഏത് തരത്തിലാണ് മനസ്സിന്റെ അന്തരാളങ്ങളിൽ നിന്നും ബഹിർസ്ഫുരിക്കേണ്ടത് എന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ്. നാളിതുവരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് എത്ര പ്രായമുണ്ടാവും ഈ മന്ത്രി വാസവന്? നാളിതുവരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം പഠിച്ചത്, അദ്ദേഹം പഠിപ്പിച്ചത്, അദ്ദേഹം കേട്ടത് എല്ലാം ഈ വസ്തുതാപരമായ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സമസ്യയാണല്ലോ അദ്ദേഹം കേട്ടും പഠിച്ചതുള്ളത്. അങ്ങനെ വന്നപ്പോൾ ഇപ്പൊ മന്ത്രിയായി കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം അദ്ദേഹത്തിന് വന്നു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ക്രമേണ ഒരു ഭക്തി പൂർവമുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമായി തീരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരു രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടിക്കളയുന്നത്? അദ്ദേഹം നിങ്ങളും ഞാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് അദ്ദേഹവും കൂടി വരട്ടെ. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വന്ന് സാധാരണ കാലാകാലമായി ദീക്ഷയെടുത്ത് അയ്യപ്പ ഭക്തനായി മല ചവിട്ടി കയറി വരുന്ന ആളുകളെ പോലെ ഇതുവരെ അവിടെ വരുന്ന ഇല്ലാത്ത ഒരാളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നത് ശരിയല്ല. ഞാനിപ്പോ വൈകുന്നേരം കണ്ടത് ഭക്തിയാദരപൂർവം അദ്ദേഹം നമ്മുടെ ഭഗവാനെ വഴങ്ങുന്നതും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇന്ന് വൈകുന്നേരം ഇങ്ങനെ വണങ്ങുക എന്ന് പറഞ്ഞാൽ അത് അങ്ങ് വണങ്ങുന്നത് പോലെ ദണ്ഡ നമസ്കാരം ചെയ്യുന്ന ആളുകളുണ്ട്, കൈകൂപ്പുന്ന ആളുകളുണ്ട്, കുനിഞ്ഞ് സംസ്കരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുമുണ്ട്. അതിനൊന്നും ഒരു നിർവചനം നമ്മൾ എവിടെയും കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ, ഇദ്ദേഹത്തിന് വിശ്വാസമില്ലെങ്കിൽ, ഇദ്ദേഹത്തിന് ഭക്തി ഇല്ലെങ്കിൽ ഇദ്ദേഹം എന്തിനാണ് സാർ അവിടെ നിലയുറപ്പിച്ചത്? നേരത്തെ ജി സുധാകരൻ, അദ്ദേഹം ദേവസ്വം മന്ത്രിയായ സമയത്ത്, ഒരു മിനിറ്റ് വക്കീലെ, ഞാൻ പറയുന്നത് കേൾക്കൂ, ഒറ്റ മിനിറ്റ്. നേരത്തെ ദേവസ്വം മന്ത്രി ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായ സമയത്ത് അദ്ദേഹം മാറി നിൽക്കും. അദ്ദേഹം ഈ സോപാനത്ത് അവിടെയാണ് നിൽക്കുക.
മാധ്യമപ്രവർത്തകർ ചോദിച്ചു താങ്കൾ എന്തുകൊണ്ട് ഈ വാസവൻ നിൽക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് നിങ്ങൾ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ ഞാൻ അവിടെ നിന്ന് മറ്റുള്ളവർക്ക് ഒരു അസൗകര്യം ഉണ്ടാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമായി അദ്ദേഹത്തിന് ഒരുപക്ഷെ അയ്യപ്പനെ വണങ്ങാൻ പറ്റില്ല, പക്ഷേ മര്യാദയോടുകൂടിയുള്ള സമീപനം അല്ലേ, അതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അദ്ദേഹത്തിന് ചില നിയന്ത്രണങ്ങൾ പാർട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മാറി നിന്ന് സോപാനത്തിൽ നിന്ന് അദ്ദേഹം ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അത് ചെയ്താൽ പോരെ? ഇതെന്തിനാ ഒരു കെട്ടുകാഴ്ച പോലെ ഈ വാസവൻ അവിടെ മുന്നിൽ പോയി നിൽക്കേണ്ട കാര്യം എന്താ സാർ? അദ്ദേഹത്തിന് ഭക്തിയില്ലെങ്കിൽ, അദ്ദേഹത്തിന് വിശ്വാസമില്ലെങ്കിൽ മാറി നിന്നാൽ പോരെ? അദ്ദേഹത്തിന് ആരെയും ക്ഷണിച്ചു വരുത്തിയോ? മാത്രമല്ല ബാക്കിയിലെ ഒരു കാര്യം കൂടി, വൈകുന്നേരം നട തുറന്ന് ഇനി അഥവാ മേൽശാന്തിയോ അല്ലെങ്കിൽ തന്ത്രിയോ പുറത്തിറങ്ങി തീർത്ഥം കൊടുക്കുകയാണെങ്കിൽ അയ്യോ ഞാൻ പെട്ടുപോകായിരുന്നില്ലേ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം രായ്ക്ക് രാമാന അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് സാർ. അത് ദൃശ്യങ്ങളിൽ താങ്കൾ കണ്ടോ? ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. തമിഴ്നാട് ദേവസ്വം മന്ത്രി ശേഖർ ബാബു അവിടെ ഉണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, മെമ്പർമാരുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വാസവൻ ഉടനടി അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിയത്? എന്തുകൊണ്ടാണ് വക്കീലേ? നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഞങ്ങളെയൊക്കെ സംസാരിക്കാൻ അനുവദിക്കുന്ന ശീലമായിരുന്നല്ലോ അങ്ങക്ക്. എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഇത് മാറുന്നത്? അങ്ങനെ മാറല്ല. ഞങ്ങളൊക്കെ പറയുന്നത് കേൾക്കട്ടെ. നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്ന രണ്ടുപേർ അവിടെ ഉണ്ടല്ലോ. അവരും നിങ്ങളും കൂടി സംസാരിച്ചതിൽ ഞാൻ ഒരുത്തൻ പറഞ്ഞതുകൊണ്ട് മാത്രമായിട്ട് അത് നിഷ്പ്രഭമാവുന്നില്ല. അത് തന്നെ പ്രിവെയിൽ ചെയ്യപ്പെടും. ഇന്ന് വൈകുന്നേരത്തെ ചർച്ച മന്ത്രി ഈ ചടങ്ങ് ബഹിഷ്കരിച്ചു എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് നടക്കാതെ പോയതിന്റെ വിഷമം കൊണ്ടാണോ ഇതിങ്ങനെയൊക്കെ പറയുന്നത്? അതല്ല. ഓരോ ആളുകളും ഓരോരുത്തരെ സംബന്ധിച്ചിട്ട്, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തന്മാർക്കുള്ള നിഷ്ഠകൾ ഇരുമുടിക്കെട്ടെടുത്ത് കയറി വരുന്ന ആളുകൾക്ക് മാത്രമായി നിഷ്കർഷിക്കുകയും ബാക്കിയുള്ളവർക്ക് അവരുടേതായ രീതികളിൽ അയ്യപ്പനെ ഭജിക്കാനും അയ്യപ്പനെ ദർശിക്കാനുമുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്ന അത്രയും വിശാലമായ ഒരു സാംസ്കാരിക പ്രതലവും ഭൗതിക സാഹചര്യങ്ങളുമുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ പുണ്യം, ആ ക്ഷേത്രത്തിൻ്റെ ഭവ്യത, അതിൻ്റെ ദാർശനികത നഷ്ടപ്പെടുത്താത്ത രൂപത്തിലുള്ള ചർച്ചയാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ഇവിടെ തിരുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണെങ്കിൽ തിരുത്തിക്കാം. ഇപ്പൊ തന്നെ സംസാരിച്ചവരുടെ കൂട്ടത്തിൽ ശ്രീ വാസവൻ ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും, കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, MP-മാർ, MLA-മാർ, ഇവരൊക്കെ യഥാവിധി അവിടെ പെരുമാറി എന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അത്രത്തോളമായി. ഒരാളല്ലേ ഉള്ളൂ. നമുക്ക് അദ്ദേഹത്തെയും അടുത്ത തവണ ഈ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യത്തിൽ ആ ഒരാളും എല്ലാവരും ഒരു തരത്തിൽ ഒറ്റപ്പെട്ട ആളാണ്. അല്ല, ഒരു വ്യക്തി മാത്രമാണ്, മറ്റൊന്നുമില്ല. ഞാനിവിടെ കേട്ടു. ഞാൻ പലപ്പോഴും അവിടെ പോകുമ്പോൾ അയ്യപ്പ ദർശനത്തിന് ഞാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും സ്ഥിരമായി ആ ക്ഷേത്രത്തിൽ കാണുന്ന സുനിൽ സ്വാമിയെ ഇപ്പോൾ അവിടെ കാണുന്നില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തിനാണ് പുറത്താക്കിയത്? എന്തിനാണ് അദ്ദേഹത്തിന് ഈ മാധ്യമ ചർച്ചകളിലൂടെയുള്ള ഒരു ഇടപെടലുകളിലൂടെ ഉണ്ടായ ഒരു പ്രശ്നമല്ലേ അതൊക്കെ? അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ആ ക്ഷേത്രത്തിന് വേണ്ടി 41 ദിവസവും അവിടെ തന്നെ നിൽക്കുകയും പ്രവർത്തിക്കുകയും ഭക്തിയോടുകൂടി അവിടെ ജീവിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹത്തെ പുറത്താക്കി. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിനേത് തരത്തിലാണ് അത് ചെന്ന് പതിക്കുക എന്ന് നമ്മൾ ആലോചിക്കണം. ഇദ്ദേഹം ഇത്രത്തോളമൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും പ്രായത്തിനിടയിൽ ഇതുവരെ ശീലിച്ചു വന്ന ആ പ്രതലത്തിൽ നിന്നും മാറി ഭക്തിയുടെ ഒരു കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള നാളുകളിൽ നമ്മളുടെ കൂട്ടത്തിൽ ഞാനും താങ്കളുമൊക്കെ ദൈവവിശ്വാസികളും ഭക്തന്മാരുമാണ്. അവരുടെ കൂട്ടത്തിലേക്ക് ഒരാളെ കൂടെ കിട്ടിയെന്ന സന്തോഷമാണ് നമുക്കുണ്ടാവേണ്ടത് എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അതിനുവേണ്ടി ഉള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലാതെ ഒരു തരത്തിലും അയ്യപ്പ ഭക്തന്മാർക്ക് വേദനയുണ്ടാക്കുന്ന, അയ്യപ്പ സ്വാമിയോട് അനാദരവ് കാണിക്കുന്ന ഒരു പ്രവർത്തനം ശ്രീ വാസവനിൽ നിന്നുണ്ടായി എന്ന് ദൃശ്യത്തിൽ കാണാൻ കഴിയില്ല. കൈവിറകിൽ കെട്ടിപ്പോയി എന്നുള്ളതാണെങ്കിൽ അതൊരു കുറ്റമായി നമ്മളെല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് അദ്ദേഹത്തെ അറിയിക്കുകയൊക്കെ വേണം.
ഇതിപ്പോൾ ഈ ചർച്ചയോടുകൂടി അത് അദ്ദേഹം മനസ്സിലാക്കി കാണുകയൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെ പിറകിൽ കെട്ടാൻ പാടില്ല, മുന്നിൽ കെട്ടണം, കൂപ്പി നിൽക്കണം എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഭക്തി മനസ്സിലാണ്. മനസ്സിലുള്ള ഭക്തി അത് നെറുകയിൽ ചന്ദനം തൊടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ തൊടാത്തത് കൊണ്ടോ ഭക്തി ഉണ്ടെന്നോ ഇല്ലെന്നോ അനുമാനിക്കാൻ നമുക്ക് കഴിയാത്തൊരു സാഹചര്യം കഴിയാൻ പാടില്ല എന്നാണ് എനിക്ക് വിവക്ഷിക്കാനുള്ളത്. അതിലേക്കുള്ള ചർച്ചയായി ഈ ചർച്ചയെ മാറ്റണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. വക്കീല് മിടുക്കനാണ്. വക്കീല് വളരെ സമർത്ഥമായി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞൊപ്പിച്ചു. വക്കീലെ, ആ ദൃശ്യങ്ങളില്ലേ, അത് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചത് 1 മിനിറ്റ് പോലുമില്ല. ഞാനത് മുഴുനീള കാണിക്കുകയാണെങ്കിൽ വക്കീലിന് കാര്യങ്ങൾ ബോധ്യപ്പെടും. രാവിലെ അവിടെ നടന്ന എന്താണ്, വൈകുന്നേരം നടന്ന എന്താണ്. നോക്കട്ടെ, ഈ ചർച്ചയ്ക്കിടയിൽ ഞാനത് ഒരു ബോക്സിൽ അത് കാണിച്ചുകൊണ്ടേയിരിക്കാം. ശ്രീ കാളിദാസ ഭട്ടതിരിപ്പാട്, ഇപ്പം നമ്മുടെ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പറഞ്ഞ പോലെ ഭക്തി മനസ്സിലുണ്ടായാൽ മതി, അത് എന്തിനാ പ്രവൃത്തിയിൽ കാണിക്കുന്നത്, അത് മതിയോ? മാത്രമല്ല, അവിടെ വാസവൻ ഭക്തിയോടെയാണ് നിലയുറപ്പിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല. 50 വയസ്സ് കഴിഞ്ഞു. ദൈവം സഹായിച്ച്, അയ്യപ്പ സഹായിച്ച് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ കണ്ടത് പോലെ അല്ല വക്കീൽ കണ്ടതെന്നാണ് പറയുന്നത്. ഇനി താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് താങ്കൾക്ക് എന്താ തോന്നുന്നത്? വളരെ രസകരമായ ഒരു ചർച്ചയാണ്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഈശ്വരനെ തിരിച്ചറിയുന്നില്ല എന്നൊരു സങ്കടം. രണ്ടാമത്, ഇന്ന് ഭഗവാൻ ധ്യാനത്തിൽ നിന്ന് ഉണരുന്ന ദിവസം. ഇന്ന് ഉത്തരായണം തുടങ്ങുന്നു, മകരസംക്രമം. ശബരിമലയിൽ നിന്നാണ് ഈ മകരസംക്രമം ഇന്ന് കേരളത്തിൽ തുടങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. അങ്ങനെ തന്റെ പിതാവിന് കൊടുത്ത വാഗ്ദാനം, ഒരു 3-4 ദിവസം ഭഗവാൻ സർവ ആഭരണഭൂഷിതനായിട്ട് ഒരു യോദ്ധാവിന്റെ സ്വഭാവത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ഈ ആശയക്കുഴപ്പമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പല ക്രൈസ്തവരും മുസൽമാനൊക്കെ നമ്മുടെ സഹോദരന്മാരാണ്. അവർക്ക് അവരുടെ ആചാരങ്ങൾ പാലിക്കുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല. ഹിന്ദുക്കളുടെ ആൾക്കാർക്കാണ് ഹിന്ദുക്കളായിട്ടുള്ള ഓരോ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കാണ് ഈ ആശയക്കുഴപ്പമെന്ന് എനിക്ക് തോന്നുകയാണ്. അവർക്കാണ് ഈ ഭഗവാനെ തൊഴുതാണ്ട് വലിയ കുഴപ്പമാകും എന്നൊരു തോന്നല്. ഞാൻ ഇന്നത്തെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് പറയുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല മീറ്റിങ്ങുകളും കേൾക്കുമ്പോൾ. പക്ഷെ അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നത്, രാഷ്ട്രീയത്തിലുള്ള ഒരു വലിയ ഒരു ദുരിതാവസ്ഥയാണ് ഇന്ന് നമുക്ക് അതിൽ കൂട്ടി വായിക്കാൻ കഴിയുന്നത്. ഇത് ഹിന്ദുക്കൾ കാണേണ്ടത് തന്നെയാണ്, വേറൊന്നും കൊണ്ടല്ല. ഹിന്ദുമത വിശ്വാസികൾ, അത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. ക്ഷേത്ര ആരാധനയുടെ രഹസ്യങ്ങളെ മനസ്സിലാക്കാതെ നമുക്ക് അടുത്ത ദിവസം ഇപ്പൊ മന്ത്രിയുടെ വിഷയം വരുന്നതിന് മുമ്പേ പറയുകയാണെങ്കിൽ ചില രാഷ്ട്രീയക്കാർ ശബരിമല വന്ന് തൊഴുന്നത് നമ്മൾ കണ്ടു. അവരൊക്കെ ഇരുമുടിക്കെട്ടുമായി 41 ദിവസത്തെ വ്രതത്തോടു കൂടിയാണോ വരുന്നതെന്ന് അവരുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവര് 41 ദിവസം കൊണ്ട് വളരേണ്ട താടി അതൊന്നും കാണുന്നുമില്ല. മാത്രമല്ല, നല്ല ക്ലീൻ ഷേവായിട്ടൊക്കെ ചില ആൾക്കാർ വന്ന് ഈ ഇരുമുടിക്കെട്ടുമായിട്ട് കറുത്ത വസ്ത്രം ധരിച്ച് 18 പടിക്ക് പോകുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കണം എന്നുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ശബരിമല ഒരു മാറ്റത്തിന്റെ, അല്ലെങ്കിൽ ശബരിമല ഏതാണ്ട് ഒരു ഇക്വാലിറ്റിയുടെ ശരിയായ ഭരണം ഉൾക്കൊള്ളുന്ന കേന്ദ്രമാണെങ്കിൽ പോലും അത് രാഷ്ട്രീയപരമായി കണ്ടുകൊണ്ട് അവിടെ എന്തെല്ലാം കോലാഹലങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഈ 41 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടിയാണോ ശബരിമല ദർശനം ചെയ്യുന്നതെന്ന് അവിടെ കയറുന്ന ഓരോ ആൾക്കാരുടെ മുഖത്തോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അത് ദേവസ്വം ബോർഡ് ആരായാലും. അപ്പൊ ഞാൻ പറഞ്ഞത് അതിനകത്ത് ഏറ്റവും വലിയ ഈ വിഷയത്തിൽ പറയുന്നതിനോട് കൂട്ടി ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ആചാരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഭരണകർത്താക്കൾ ചെയ്തില്ലെങ്കിൽ അത് വലിയ കുഴപ്പമാണ്. കാരണം ഭഗവാൻ ഏതായാലും 3-4 ദിവസം ഒരു യോദ്ധാവിന്റെ സ്വഭാവത്തിലാണ് ഉണർന്നെഴുന്നേക്കുന്നത് എന്നുള്ളത് മറക്കരുത്. പിന്നെ ഞങ്ങളെക്കുറിച്ചുള്ള പുരോഹിതന്മാർക്ക് നല്ല നിശ്ചയമുണ്ട്. ഈ കാണിക്കുന്ന വിഷയങ്ങളിൽ പല ആൾക്കാർക്കും ഞങ്ങളെ സമീപിക്കാറുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുകയല്ല. നമുക്കറിയാം, സനാതന ധർമ്മത്തിന്റെ വലിയ കുഴപ്പമാണെന്ന് പറഞ്ഞ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകന് രാജരാജേശ്വര ക്ഷേത്രത്തിൽ വന്ന് വഴിപാട് കഴിച്ച കഥകളൊക്കെ അവിടുത്തെ താന്ത്രിക പുരോഹിതന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇക്കൂട്ടർക്ക് പറ്റുന്ന വലിയൊരു അപജയം. ഇപ്പൊ ഞാൻ പറഞ്ഞു, കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിലെ ആൾക്കാരോട് നമുക്കൊക്കെ പറയാൻ തോന്നുന്നത്, ആചാരാനുഷ്ഠാനങ്ങളെ കൃത്യമായി പാലിച്ചുകൊണ്ട് ഇതെന്താണ് രാഷ്ട്രീയ പരിഷ്കാരം വരുത്താനുള്ള വേദിയാണോ ശബരിമല? ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏകതയുടെ, അവിടെ യാതൊരു തരം ഇക്വാളിറ്റിക്ക് യാതൊരു വിഘാതവുമില്ല. അവിടെ
അവിടുത്തെ ഒരു നിയമം പ്രൊവൈഡഡ് 41 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി വേണം ശബരിമല വന്ന് ദർശനം ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ട്രീറ്റ്മെന്റ് പോലെ ഇതിനെ കാണണം. ശബരിമല തൊഴുന്ന ഭക്തജനങ്ങളോട് എനിക്ക് പറയാൻ തോന്നുന്നത് മാനസികമായ ഒരു പരിവർത്തനത്തിന്റെ ഈ ചില ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് തന്റെ ദുസ്വഭാവങ്ങളെ പോലും ഇല്ലാതാക്കാൻ കഴിയുന്ന വളരെ വിശാലമായ സങ്കല്പം ഈ ദർശനത്തിന്റെ സൈക്കോളജിക്കലായിട്ട് പറയാൻ കഴിയും. അപ്പൊ ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമില്ല, ശ്രീ വാസവൻ അദ്ദേഹത്തിന് പറ്റുന്ന ഒരു വലിയ കുഴപ്പം അവർക്കൊക്കെ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് വ്യക്തിപരമായിട്ട് വരെ ഒന്നും ആക്ഷേപിക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദുവിന്റെ ക്ഷേത്ര ആരാധനയിൽ മാത്രമേ ഉള്ളൂ ഇത്തരം വിവേചനങ്ങൾ കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സുരേഷ് ബാബു അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുന്നു, എനിക്കറിയാം, അദ്ദേഹത്തിന് എനിക്ക് വളരെ സ്നേഹം തോന്നിയിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുന്നത് കേട്ടാൽ തന്നെ അദ്ദേഹത്തിന്റെ ആശയക്കുഴപ്പം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഈ പറഞ്ഞ മന്ത്രി ആര് എന്തിനേക്കോ ഒന്ന് മറയിടാൻ വേണ്ടി കാണിച്ചോല്ലോ. അദ്ദേഹം അവിടെ ഞാൻ വൈകുന്നേരത്തെ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി കർപ്പൂരം ഒഴിഞ്ഞത് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ പറയാൻ വന്നത് മറ്റൊന്നുമല്ല, ഇവർക്കൊക്കെ പറ്റുന്ന ഒരു വലിയ കുഴപ്പം, ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഭഗവാൻ അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ശാന്തമായിട്ട് പ്രാവശ്യം ഇങ്ങനെ കടന്നുപോയെന്ന് തന്നെ വിശ്വസിക്കൂ. അല്ലാണ്ട് നമ്മുടെ ഒരു മേനടിക്കലല്ല വേണ്ടത്. ഇത് പറയാൻ കാരണം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയത്തിലും വേണേ ആയിക്കൂടെ. നമ്മൾ കണ്ട രാഷ്ട്രീയക്കാർ പലരും അവിടെ വന്ന് കയറിപ്പോകുന്നു. ഇപ്പൊ നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട് ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഈ വിശ്വാസം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണോ പലരും ഈ ഇരുമുടിക്കെട്ടുമായി വരുന്ന കാഴ്ച, നല്ല ക്ലീൻ ഷേവ് ആയിട്ടൊക്കെ വരുന്നത്? ഇതൊക്കെ ശ്രദ്ധിക്കണം. ശബരിമല ആചാരത്തിനെ ഉപദ്രവിക്കാതെ വിടും. അത് വലിയ 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 ആശയമാണ് ശബരിമല ദർശനത്തിന്റെ പിന്നിലുള്ളത്. ഭഗവാന്റെ തന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് മണിമണ്ഡപത്തിൽ ഉപേക്ഷിച്ച് ആത്മശരീരം ബിംബത്തിൽ വിലയിപ്പിച്ച ഒരു സാത്വിക സങ്കല്പക്കൂട്ട് എന്ന ഉദ്ദേശം ആണ് അവിടുത്തെ സങ്കല്പത്തിലുള്ളത്. കാരണം ആത്മീയ ചൈതന്യം അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ട് സമർപ്പിക്കുന്ന വലിയ ഏർപ്പാട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? വാസ്തവം പറഞ്ഞാൽ എന്താണ് അവിടെ? ഇപ്പൊ ഞാൻ കണ്ടില്ല, ദേവസ്വം തമിഴ്നാട് മന്ത്രി തൊഴുന്നു എന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞു അവർക്ക് ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് എന്താ കുഴപ്പം? ഇതൊക്കെയാണോ ഇവര് ധരിച്ചു വെച്ചിരിക്കുന്നത്? രാഷ്ട്രീയം വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ തല പോകുന്നുള്ള അവസ്ഥ അതൊക്കെ മാറ്റി 21ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ മാറ്റിക്കൂടെ? എന്തിനാ ഈ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്? അതുകൊണ്ട് തികച്ചും വാസ്തവം പറഞ്ഞാൽ ആചാരപരമായ അനുഷ്ഠാനപരമായ വിഷയങ്ങൾക്ക് രഹസ്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. രഹസ്യമായിട്ട് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടതല്ലേ കാടാമ്പുഴ ക്ഷേത്രത്തിൽ പൂമൂടൽ ചടങ്ങിനൊക്കെ പോയതെന്നൊക്കെ. അല്ല, ഞാൻ ഒരു തന്ത്രയും കൂടെ ആയതുകൊണ്ട് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഞാൻ പറയാൻ വന്നൊരു വിഷയം, ഈ വക എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിങ്ങൾക്ക് തുറന്നു പറഞ്ഞൂടെ? ഇതൊക്കെ സമ്മതിച്ചൂടെ? അടിസ്ഥാനപരമായ നിങ്ങൾ ആ ശബരിമല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പന്തളത്ത് രാജാവ് എന്ന് പറയുന്ന വലിയ സങ്കല്പമാണ് ശബരിമല പ്രധാന സങ്കല്പം. ആ പന്തളത്ത് രാജാവ് അവിടെ ഒരു ചെറിയ മുറിക്കകത്ത് വിഷമിച്ചിരിക്കുമ്പോൾ ഇന്നിപ്പോ നിങ്ങൾ കണ്ടില്ലേ, പമ്പയിൽ വന്നിട്ട് രാജാവ് അവിടെ 3 ദിവസം താമസിച്ചിട്ട് ഇന്ന് അവിടെ അയ്യപ്പന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അയ്യപ്പന് പന്തളത്ത് രാജാവ് നേരെ വന്നാൽ ഭഗവാൻ എണീക്കണം എന്നുള്ള ആ ഒരു ധാർമ്മിക സങ്കല്പമൊക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ 3 ദിവസം കഴിഞ്ഞ് ഇവര് പിന്നെ വരുന്ന നാളത്തെ ഒരു മൂന്നാം ഇന്നിപ്പോ തുടങ്ങുന്നതാണ് മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പൊക്കെ ഉണ്ട്. അല്ലപ്പോ ഞാൻ പറഞ്ഞ ഈ രാജാവ് അവിടെ ഒരു വലിയ ഒരു ചെറിയ മുറിക്കകത്ത് വിഷമിച്ച് ഉഷ്ണിച്ചിരിക്കുന്നു. പക്ഷെ അവിടുത്തെ പല ഉദ്യോഗസ്ഥന്മാരും എയർ കണ്ടീഷൻ റൂമിലായിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ശബരിമല ആചാരങ്ങളെ സംരക്ഷിക്കാനാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ തന്നെ പറഞ്ഞത് എന്താണ്? ഈ പുരാതന വഴിയിൽ കൂടി വന്ന് പർണശാല കെട്ടി അവിടെ ഇരുന്ന് തപസ് ചെയ്ത് അങ്ങനെ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ശബരിമല ആചാരങ്ങളെ കുറിച്ച് ശരിക്കും പഠിക്കാതാണ് പലരും പല ആൾക്കാരുടെ ചിന്ത ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ ഞാൻ വ്യക്തിപരമായി വിമർശിക്കുകയല്ല, പക്ഷെ അദ്ദേഹം കാണിച്ചത് രാഷ്ട്രീയപരമായ ഒരു ഭയമാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ഈ മനുഷ്യരെ എല്ലാം ഒന്നായിട്ട് കാണുന്ന നമ്മള് ആ ചിന്ത പറഞ്ഞുകൊണ്ടായില്ല, അത് പ്രാവർത്തികമായി കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ പക്വതയും കൂടി എല്ലാവരും കാണിക്കണം. അത് തന്നെയാണ് വേണ്ടത്, യാതൊരു സംശയമില്ല. നേതാക്കന്മാർക്ക് എന്താ കുഴപ്പം? ശബരിമല നന്നായി നല്ല ഉദ്ദേശത്തോട് കാണാൻ ശ്രമിക്കാത്തതിന്റെ കുഴപ്പമല്ലേ? അതുകൊണ്ടല്ലേ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് നമ്മൾ 2 വനിതകളെയൊക്കെ അവിടെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ കാഴ്ചകളൊക്കെ ഇവർക്ക് എന്താ പറ്റുന്നത്? ഇത് ആർക്കാണ് ഇതുകൊണ്ടൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാവുന്നത്? ഞാൻ പറയുന്നു, ഹിന്ദുക്കളായിട്ടുള്ള ഈ ക്രൈസ്തവരും മുസൽമാനും അവർക്കൊക്കെ അവരുടേതായ വഴിയുണ്ട്, നമ്മളതൊന്നും പറയുന്നില്ല. പക്ഷെ ഹിന്ദുക്കളായിട്ടുള്ള ഭക്തജനങ്ങൾ എന്തിനാണ് അവരെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്? അത് ചിന്തിക്കണം. ഒരാളും വിമർശിക്കാനോ ഒന്നും അല്ല ഞാൻ ഈ പറഞ്ഞു. അതുകൊണ്ട് ശബരിമല ആചാരങ്ങളുടെ പക്വതയോടെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ഷോമാന്മാരായി മാറാതെ നമ്മളവിടെ
ഈ 18-ാം പടി കയറുന്നവരെല്ലാം 41 ദിവസത്തെ വ്രതത്തോട് തന്നെ കയറാവൂ എന്ന് നിഷ്കർഷിക്കുക എന്നും കൂടി പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിച്ചത്. ഓക്കെ, ശ്രീ വിജി തമ്പി, എനിക്ക് തോന്നുന്നു വാസവൻ വളരെ അറ്റൻഷനായിട്ട് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിന് തോന്നിയത് അദ്ദേഹം ഭക്തിയോടുകൂടിയാണ് അവിടെ നിൽക്കുന്നതെന്ന്. അല്ലാതെ എനിക്ക് ഭക്തിയൊന്നും കാണുന്നില്ല. അദ്ദേഹം അവിടെ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുന്നു, ചിരിക്കുന്നുണ്ട്. മാത്രമല്ല നോക്കൂ, പിന്നെ അദ്ദേഹം വൈകുന്നേരം അവിടെ നിന്ന് രക്ഷപ്പെട്ടത് തന്നെയല്ലേ? അദ്ദേഹത്തിന് ഭക്തിയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ നമ്മുടെ വിഷയം. ഇപ്പം നമുക്ക് കരിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചുഴന്നു നോക്കാം, അതിനകത്ത് വെള്ളമുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് കരിക്കുണ്ടോ എന്നൊക്കെ. ഇതിപ്പം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചുഴന്നു നോക്കാൻ പറ്റില്ലല്ലോ. അവിടെ ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷേ ഇങ്ങനൊരു സന്ദർഭത്തിൽ, അതും ഇത്രയും പരിപാവനമായ ഒരു സ്ഥലത്ത്, ഇത്രയും പരിപാവനമായ ഒരു സമയത്ത്, ഇപ്പോൾ നേരത്തെ കാളിദാസ ഭട്ടതിരിപ്പാട് അദ്ദേഹം പറഞ്ഞതുപോലെ അയ്യപ്പസ്വാമി ഉണരുന്ന സമയം, അതായത് ഇന്നത്തെ കാലത്തല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ മണ്ഡല പൂജയും അല്ലെങ്കിൽ മണ്ഡലകാലവും ഒക്കെ ഉള്ളത്. പണ്ട് ഒരു 50 വർഷം 60 വർഷം മുമ്പ് നിങ്ങൾ ശബരിമലയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. 60 വർഷം മുമ്പ് ശബരിമലയിൽ നട തുറക്കുന്നത് മകരവിളക്ക് സമയത്ത് മാത്രമാണ്. ആ സമയത്ത് മാത്രമാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം നട തുറക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു കാലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കേട്ടോ. അതായത് ഈ പുതിയ ശബരിമല, അതായത് പുതിയ വിഗ്രഹ പ്രതിഷ്ഠയും പുതിയ കൊടിമരവും ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഓല കെട്ടിയ അമ്പലമായിരുന്നല്ലോ ശബരിമല. ആ കാലഘട്ടത്തിൽ മകരവിളക്കിന് ആ സമയത്ത്, മകരസംക്രാന്തി സമയത്ത്, മകരസംക്രമ സമയത്താണ് ശബരിമല നട തുറക്കുന്നതും സംക്രമ സമയത്താണ് അഭിഷേകം നടക്കുന്നതും. അവിടെയാണ് നെയ്യഭിഷേകം. ആ നെയ്യഭിഷേകം നടക്കുന്ന എത്രയോ കാലങ്ങളായി തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തുവിടുന്ന നെയ്ത്തേങ്ങ, അതായത് ഇപ്പോഴും നെയ്ത്തേങ്ങയിൽ നിന്ന് നേരെ നെയ്യ് അഭിഷേകം ചെയ്യുന്നത് ഈ മകര സംക്രമ സമയത്ത് മാത്രമാണ്. ബാക്കിയെല്ലാം മറ്റു പാത്രങ്ങളിലേക്ക് പകർന്നിട്ട് അതിൽ നിന്നാണ് അഭിഷേകം ചെയ്യുന്നത്. ഈ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തുവിടുന്ന നെയ്ത്തേങ്ങ മാത്രമാണ് നെയ്ത്തേങ്ങ പൊട്ടിച്ച് നെയ്ത്തേങ്ങയിൽ നിന്ന് നേരിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുന്നത്. ഇതാണ് പണ്ട് കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഭഗവാൻ ഉണരുന്ന, അതായത് സമാധിസ്ഥനാണ്. അവിടെയുള്ള ധർമ്മശാസ്താവ് സമാധിസ്ഥനാണ്. ആ സമാധിസ്ഥനായ ധർമ്മശാസ്താവിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി, നേരത്തെ ശ്രീ കാളിദാസ് ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ മണിമണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ജീവസമാധിയായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മചൈതന്യം ഈ ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചതാണ്. അതാണ് ശബരിമലയുടെ പ്രത്യേകത. അപ്പോൾ അവിടെ ധർമ്മശാസ്താവ് ഉണരുന്ന സമയമാണ് ഈ മകരസംക്രമ സമയം. അതുമുതൽ 5 ദിവസമാണ് നമ്മൾ അവിടുത്തെ മറ്റ് ചടങ്ങുകളെല്ലാം ഉള്ളത്. അദ്ദേഹം യോദ്ധാവിൻ്റെ ഭാവത്തിൽ, അതായത് ഈ തിരുവാഭരണം നോക്കിയാൽ നിങ്ങൾക്കറിയാം, സന്യാസി രൂപത്തിലുള്ള ആളല്ല തിരുവാഭരണത്തിലുള്ളത്. കൊമ്പം മീശയും വാളും ആയുധങ്ങളുമായിട്ട് യോദ്ധാവാണ് ശബരിമലയിലെ തിരുവാഭരണത്തിലുള്ള ധർമ്മശാസ്താവായ അയ്യപ്പൻ. ആ അയ്യപ്പസ്വാമി ഉണരുന്ന സമയമാണ്. ഇത്രയും പരിപാവനമായ ഒരു മുഹൂർത്തത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു നോക്ക് ഭഗവാനെ കാണാൻ വേണ്ടി കാത്തുകെട്ടി കിടക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ചാനലുകളും ഇതൊരു വളരെ ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കോടിക്കണക്കിന് രൂപ പല ചാനലുകളും നേടിയെടുക്കുന്നൊരു സന്ദർഭം കൂടിയാണത്. എല്ലാവരും അവരുടെ വീടുകളിൽ ഭക്തി പുരസ്സരം ഇരുന്ന് ഭഗവാന്റെ ആ മകര സംക്രമം കഴിഞ്ഞിട്ടുള്ള ആ നട തുറക്കുന്ന സമയം, ദീപാരാധന തുറക്കുന്ന സമയം, പ്രാർത്ഥനയോടെ വീട്ടുകളിൽ നിന്ന് TV നോക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അവിടെയാണ് ഇത്തരമൊരു വ്യക്തി, ശ്രീ വാസവൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രി, മറ്റെന്തു ആയിക്കൊണ്ട് പോട്ടെ, ദേവസ്വം ഭരിക്കുന്ന മന്ത്രി അവിടെ ഈ വളരെ നികൃഷ്ടമായ രീതിയിൽ വളരെ പുച്ഛത്തോടുകൂടി ഭഗവാനെ ഒരു നോക്ക് വണങ്ങാൻ പോലും തയ്യാറാകാതെ കയ്യും കെട്ടി നോക്കി നിന്നത്. അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ഭക്തനായ ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഹിന്ദു സമാജത്തിലുള്ള ഒരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി അദ്ദേഹത്തിനുള്ളിൽ ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത വിഷയമാണ്. ബാക്കി നിൽക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ത് ഭക്തിയോടെ തൊഴിൽ നിൽക്കുന്നു? തമിഴ്നാട്ടിലെ ദേവസ്വം ബോർഡ് മന്ത്രി ശേഖർ ബാബു എന്ത് ഭക്തിയോടെ അദ്ദേഹം തൊഴിൽ നിൽക്കുന്നു? ബാക്കി ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഭക്തിയോടെ നിൽക്കുമ്പോൾ ഇദ്ദേഹം മാത്രം ഈ ജാട പരിപാടി അവിടെ കാണിച്ചത് തീർച്ചയായിട്ടും അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഇതിനു മുമ്പ് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്ന് മുതലാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ദേവസ്വം കൈയടക്കാൻ ശ്രമിച്ചത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ശ്രീ അനിൽ നമ്പ്യാർ 2018 ഈ സ്ത്രീ പ്രവേശ വിഷയം വന്നപ്പോൾ അന്നാണ് ശബരിമല അയ്യപ്പൻ്റെ ഒരു വിഷയത്തിൽ കേരളത്തിലുള്ള ആബാലവൃദ്ധം ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങിയത് ഭഗവാന് വേണ്ടി, അല്ലെങ്കിൽ ഭഗവാന്റെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. അന്നാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായത് ഭക്തിയുടെ പേരിൽ അല്ലെങ്കിൽ ഈ ആത്മീയതയുടെ പേരിൽ ഹിന്ദുക്കൾ ഒന്നാവും. ആ ഹിന്ദുക്കൾ ഒന്നാവും, അത് തകർക്കണം, ക്ഷേത്രങ്ങളെ നശിപ്പിക്കണം, ഹിന്ദു ഐക്യത്തെ തകർക്കണം, ഈ ആത്മീയത നശിപ്പിക്കണം. ഈ ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ ദേവസ്വം മന്ത്രിയായിട്ടും അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളിലേക്കും കയറിക്കൂടിയത്. ഒരു സംശയം വേണ്ട. ഓരോ ക്ഷേത്രങ്ങളിലും ഉപദേശക സമിതി എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരുടെ ആയിരുന്നു ഉപദേശക സമിതി. ഇന്ന് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും മറ്റാൾക്കാർ
കുറച്ച് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടെ അപ്പം ആ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നിർദ്ദേശമുണ്ട്, അപ്പോൾ അവിടെ പിരിച്ചുവിടുക. അപ്പോൾ അവിടെ എന്തെങ്കിലും ബഹളം ഉണ്ടായി, പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കാം. അപ്പോൾ ഈ രീതിയിലെല്ലാം എല്ലാ ക്ഷേത്രങ്ങളെയും, നമുക്ക് ശബരിമല മാത്രമല്ലല്ലോ, ഗുരുവായൂർ എന്താ ഇപ്പോൾ നടന്നത്? ഗുരുവായൂർ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന ആ ഏകാദശി ദിവസത്തെ ആ ഉദയാസ്തമന പൂജയല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാരും തന്ത്രിയും കൂടെ ചേർന്ന് ഇല്ലാതാക്കിയത്? ഇന്ന് സുപ്രീം കോടതി അത് ചോദ്യം ചെയ്തിരിക്കുകയല്ലേ? ഇതുപോലെ ഓരോ ക്ഷേത്രങ്ങളിൽ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ക്ഷേത്രങ്ങളിലേക്ക് ഭക്തരെ അടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുകയല്ലേ? ശബരിമലയിൽ തന്നെ ഇത്രയും ഭക്തർ വരണമെന്നും ശബരിമല ക്ഷേത്രം നന്നാവണമെന്നും വല്ല ആഗ്രഹമുണ്ടോ? അവിടുന്ന് 10 കാശ് എങ്ങനെ അടിച്ചു മാറ്റാമെന്നല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേറെ എന്തെങ്കിലും ചിന്തയുണ്ടോ? എത്രയോ ക്ഷേത്രങ്ങൾ ഈ പറയുന്നത് എന്താ, ശബരിമലയിൽ കിട്ടുന്ന വരുമാനം ഒത്തിരി എടുത്ത് ഞങ്ങൾ മറ്റ് ക്ഷേത്രങ്ങളൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ക്ഷേത്രങ്ങൾ, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ ശോച്യാവസ്ഥയിലാണ്. ഒന്ന് എടുത്ത് നോക്കൂ. ഓരോ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ജനം TV ഒന്ന് ഇറങ്ങി നോക്കൂ, ഓരോ ക്ഷേത്രങ്ങളിൽ പോയി നോക്കൂ ഓരോ ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ എന്തിനാണ് ഈ പൈസ എടുത്ത് ചിലവാക്കുന്നത്? ശബരിമലയിൽ കിട്ടുന്ന വരുമാനം എടുത്ത് അവർ ദേവസ്വം ബോർഡിന്റെ മറ്റ് ക്ഷേത്രങ്ങൾക്ക് ചിലവാക്കുന്നു കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരെ അവിടെ സ്റ്റാഫായിട്ട് നിയോഗിച്ചിട്ട് അവർക്ക് കൊടുക്കാനാണ് ഈ പൈസ എടുക്കുന്നത്. അല്ല ഭഗവാന്റെ ആവശ്യത്തിന് വേണ്ടോ ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയോ ക്ഷേത്ര ചടങ്ങുകൾക്ക് വേണ്ടിയോ അല്ല ചിലവാക്കുന്നത്. ദേവസ്വം ബോർഡ് തന്നെ വേണോ എന്ന് ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തിനാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ പാർട്ടിക്കാരെ കുത്തിനിറക്കാൻ ഒരു ബോർഡ്? എന്നിട്ട് അവിശ്വാസം മാത്രമുള്ളവർ അവരിതുപോലെ ആചാര അനുഷ്ഠാനങ്ങളോട് അവർക്ക് തികഞ്ഞ പുച്ഛം. എന്തിനാണ് ദേവസ്വം ബോർഡിൻ്റെ ആവശ്യം എന്താ? വിശ്വാസികൾ കൈകാര്യം ചെയ്യട്ടെ, ഇതിലും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യില്ലേ? അല്ല, അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദു സമാജത്തിൻ്റെ ഒരു ജാഗ്രത കുറവുകൊണ്ട് സംഭവിച്ചതാണ്. ഈ ദേവസ്വം ബോർഡല്ല, അതിനു മുമ്പ് ആദ്യം ഈ പറഞ്ഞ ഒരു റിലീജിയസ് ഒരു ചാരിറ്റബിൾ ഒരു ഇതാണ് ആലോചിച്ചത്. അന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതിനെ ശക്തിയുക്ത എതിർത്തു. അതുകൊണ്ടാണ് അത് മാറ്റിയിട്ട് ഹിന്ദു റിലീജിയസ് ഇതാക്കി മാറ്റി, അങ്ങനത്തെ ഒരു നിയമമാക്കി മാറ്റി. അവിടെയാണ് പറ്റിയ അബദ്ധം. അപ്പം മറ്റ് മതങ്ങളുടെ, ഇപ്പം ക്രിസ്ത്യൻ മതങ്ങളുടെ ആയാലും ശരി, അല്ലെങ്കിൽ മുസ്ലിം മതങ്ങളുടെ ആയാലും ശരി, അവരുടെ ആരാധനാലയങ്ങളിലൊന്നും സർക്കാരിനോ ദേവസ്വം ബോർഡോ ഒന്നും ഇല്ലല്ലോ. അവർക്ക് അവരുടേതായ സിസ്റ്റമുണ്ട്. അപ്പം ഹിന്ദുക്കളുടെ മാത്രം കൈകടത്തി വെച്ചിട്ട് അവരെ കയറി തോന്നിയവാസം കാണിക്കുകയല്ലേ ചെയ്യുന്നത്. പോട്ടെ, അവർ ഇതിനു മുമ്പ് എത്രയോ ദേവസ്വം മന്ത്രിമാർ ഇവിടെ ഇരുന്നിട്ടുണ്ട്, എത്രയോ ഭക്തിയോടുള്ള ആൾക്കാർ ഇവിടെ ഇരുന്നിട്ടുണ്ട്, എത്രയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇരുന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് 1-2 പ്രാവശ്യം ഇരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ ഇതിനെ മന്ത്രിക്ക് അപ്പുറമാണ് കാണിച്ചത്. പക്ഷേ എന്തായാലും ഇപ്പം അഡ്വക്കേറ്റ് ശ്രീ പ്രശാന്ത് എന്നാൽ തികഞ്ഞ ഭക്തനാണ്. അദ്ദേഹം ഭക്തിയോടുകൂടി തന്നെയാണ് അദ്ദേഹം ശബരിമലയുടെ ഓരോ കാര്യങ്ങളും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഭഗവാൻ അദ്ദേഹത്തിന് നല്ലൊരു മണ്ഡലകാലം അദ്ദേഹത്തിന് സമ്മാനിച്ചത്. കാര്യം അത് അദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ട് തന്നെ ആയിരിക്കാം. അതുപോലെ തന്നെ ADGP ശ്രീ ശ്രീജിത്ത്, അദ്ദേഹം വളരെ ഭക്തിയുള്ള വ്യക്തിയാണ്. പക്ഷെ മറ്റ് പല പോലീസുകാരും കാണിച്ച പല വൃത്തികേടുകളും നമ്മൾ കണ്ടതാണ്. 18-ാം പടിയിൽ പുറംതിരിഞ്ഞ് നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയതും, 18-ാം പടിയിൽ അവിടുത്തെ ഒരു ഗജവാഹനമുണ്ട്, ഗജവാഹനത്തിന് മുകളിൽ കയറിയിരുന്ന് മറ്റേ പിള്ളേർ ഈ കുതിര കളിക്കില്ലേ, കുതിര വണ്ടി പുറത്ത് നിന്ന് കളിക്കില്ലേ, അതുപോലെ കുതിര കളിക്കുന്ന പോലെ കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് നിൽക്കട്ടെ. പക്ഷേ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഭക്തനാണ്. അദ്ദേഹം പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളതുകൊണ്ട് അദ്ദേഹവും നല്ല, അതുപോലെ തന്നെ ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറായി നിയമിച്ച അദ്ദേഹവും ശ്രീ ജയകൃഷ്ണൻ, അദ്ദേഹവും ഭക്തനാണ്. പക്ഷെ അതുകൊണ്ടൊക്കെയാണ് ഈ വലിയ കുഴപ്പമില്ലാതെ സീസൺ കഴിഞ്ഞു പോയത്. നേരത്തെ നമ്മുടെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ആൾ പറഞ്ഞതുപോലെ സുനിൽ സ്വാമി എത്രയോ വർഷങ്ങളായിട്ട് ശബരിമലയിൽ വരുന്ന, ശബരിമലയിലെ ഓരോ കാര്യങ്ങളും, അവിടുത്തെ ഓരോ നേദ്യത്തിൻ്റെ കാര്യം പോലും വളരെ ശുദ്ധതയോടുകൂടി ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. കാര്യം പലപ്പോഴും നമുക്കറിയാം, അവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതില്ലേ, കഴിഞ്ഞ സീസണിൽ ഹലാൽ ശർക്കര വരെ അവിടെ വന്നു. അതുപോലെ ഓരോ കാര്യങ്ങൾ ഈ ദേവസ്വം ബോർഡ് ചെയ്തു വെക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി അദ്ദേഹം കൃത്യമായിട്ട് വളരെ ശുദ്ധമായിട്ടുള്ള അരി, ശർക്കര, അങ്ങനെയുള്ള ഓരോ ഭഗവാന്റെ നേദ്യ സാധനങ്ങൾ, ഭഗവാനുള്ള ഉടയാടകൾ, അതെല്ലാം പോട്ടെ, അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അവിടെ ശബരിമലയിൽ ഒരു ഗോശാല തുടങ്ങി പശുക്കളെ അവിടെ സംരക്ഷിക്കുന്നു. ആ പശുക്കളുടെ പാല് കറന്ന് അതാണ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത്. പണ്ടൊക്കെ പാക്കറ്റ് പാലാണ് കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ മാറ്റി, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ക്ഷേത്രം എന്നൊക്കെ ശബരിമല തുറന്നിരിക്കുമോ അന്നൊക്കെ സുനിൽ സ്വാമി അവിടെ ഉണ്ടാവും. അല്ല, അദ്ദേഹം ഒന്ന് തൊഴുന്നുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ആരുടെ മനസ്സിലെ ആഗ്രഹമല്ലേ? നമ്മളിപ്പോൾ ശബരിമലയിൽ പോയാൽ അവിടെ പൂജ നടക്കുമ്പോൾ തൊഴണമെന്നുള്ളത് നമ്മുടെ മനസ്സിലെ ആഗ്രഹമല്ലേ? ഒന്ന് തൊഴുതിട്ട് പോവും, അതിൽ തെറ്റില്ല. പക്ഷേ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് ഈ ദേവസ്വം ബോർഡും ഈ ആൾക്കാരും എല്ലാം ചേർന്ന് മിനിസ്ട്രി എല്ലാം കൂടെ ചേർന്ന് ഈ പല രീതിയിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കി.
അപ്പോൾ അത് പോട്ടെ, അതൊക്കെ ഇനിയിപ്പം ഭഗവാന്റെ തീരുമാനമാണ്. ഞാൻ Yes. ഭഗവാന്റെ തീരുമാനമായിട്ടേ പറയുള്ളൂ. സുനിൽ സ്വാമി അവിടെ നിൽക്കേണ്ട എന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും, അല്ലാതെ ഇവരാരും വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ശബരിമല കാര്യങ്ങൾ. പക്ഷെ ഞാൻ പറയുന്നത്, ഈ രാഷ്ട്രീയക്കാർ ഇനി എന്നാണ് ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒഴിയുക, എന്നാണ് ഈ ക്ഷേത്രങ്ങൾ യഥാർത്ഥ ഭക്തന് കിട്ടുക? അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓരോ ഭക്തനും അതിനുവേണ്ടി ഇനി ഇറങ്ങണം. യഥാർത്ഥത്തിൽ പണ്ടൊരു ക്ഷേത്ര പ്രവേശന സമരം ഉണ്ടായി, വൈക്കത്തും ഗുരുവായൂരും എല്ലാം. ഇനി നമ്മൾ നടത്തേണ്ടത് ക്ഷേത്ര വിമോചന സമരമാണ്. ഈ രാഷ്ട്രീയക്കാരിൽ നിന്നും ഈ പറഞ്ഞ ഈ അവിശ്വാസികളിൽ നിന്നും വിശ്വാസികളിലേക്ക് ക്ഷേത്രം എത്തിക്കാനുള്ള ക്ഷേത്ര വിമോചന സമരത്തിന് ഓരോ ഹിന്ദുക്കളും മുന്നിട്ടിറങ്ങണം, ഓരോ സംഘടനകളും മുന്നിട്ടിറങ്ങണം. അതിന് വിശ്വഹിന്ദു പരിഷത്ത് ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഓക്കെ, ശ്രീ PM സുരേഷ് ബാബു, എന്തായാലും വളരെ സുഗമമായിട്ട് ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവം സംഘടിപ്പിച്ചതിന് തിരുവിതാംകൂർ ദേവസ്വത്തെ അഭിനന്ദിക്കുകയാണ്, പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് PS പ്രശാന്തിനെ. കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ആക്ഷേപങ്ങളുണ്ടായിരുന്നില്ല, വിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതിൻ്റെയൊക്കെ ശോഭ കെടുത്തുന്ന ഒരു നടപടിയല്ലേ വാസവൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്? നോക്കൂ, വാച്ച്മാൻ ആവാൻ ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ? ഉണ്ടോ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു? അല്ല, ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഓരോരുത്തരും നോക്കിക്കാണുന്നത് പോലെ ഇരിക്കും. അതാണ് അതിൻ്റെ ഒരു ദൂഷ്യവും, അതാണ് അതിൻ്റെ ഒരു സൗന്ദര്യവും. ഇപ്പോൾ പിന്നെ മന്ത്രി ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. ആ മന്ത്രിയുടെ സഹായം കൂടാതെ ദേവസ്വം ബോർഡിന് പ്രവർത്തിക്കാൻ കഴിയുമോ? ആ മന്ത്രിയുടെ അനുവാദമില്ലാതെ ദേവസ്വം ബോർഡിൻ്റെ ചില കാര്യങ്ങളിൽ ചെയ്തെടുക്കാൻ കഴിയുമോ? ഗവൺമെൻറ്റിൻ്റെ സഹായം എല്ലാത്തിനും ആവശ്യമില്ലേ? ഗവൺമെൻറ്റിൻ്റെ സഹായം ഇല്ലാതെ ശ്രീജിത്തിന്, ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമില്ലാതെ ശ്രീജിത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ? ഗവൺമെൻറ്റിൻ്റെ സഹായം എന്ന് പറയുന്നത്, സഹായം എന്നല്ല, ഗവൺമെൻറ്റിൻ്റെ ചുമതല എന്ന് പറയാം. ഗവൺമെൻറ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണല്ലോ. ആ ചുമതലകൾ നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന നോക്കിക്കാണുന്ന വ്യതിയാനങ്ങളെ രാഷ്ട്രീയമായി, അത് മതപരമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മളുടെ കുഴപ്പം. നമ്മൾ ഒരു മഞ്ഞക്കണ്ണോടുകൂടി നോക്കുമ്പോഴാണ് മഞ്ഞയായിട്ട് അത് തോന്നുന്നത്. അതിനെയൊക്കെ നല്ല രീതിയിൽ കാണാൻ ശ്രമിച്ചാൽ എന്താണ് ഇതിനകത്തുള്ള കുഴപ്പം? ഒരു പ്രശ്നമില്ലാതെ ഇതങ്ങ് പോയി. ഈ മണ്ഡലകാലത്തിൻ്റെയും മകരവിളക്കിനെയും ഒക്കെ കഴിഞ്ഞു എന്നത് നിങ്ങൾ ഇവിടെ ഒരു സർട്ടിഫൈ ചെയ്ത പശ്ചാത്തലത്തിൽ, ഞാനത് തുടക്കത്തിൽ അവകാശപ്പെടാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഞാനത് അവകാശപ്പെട്ടിട്ട് അങ്ങക്ക് വേറെ ആർക്കെങ്കിലും ഒരു ദോഷം വരേണ്ടതില്ല, അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാവേണ്ട. നല്ലത് എന്ന് പറയും, ആ മര്യാദ കാണിക്കും. നല്ലത് ചെയ്താൽ നല്ലത് എന്ന് തന്നെ പറയും. അങ്ങ് നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയുന്ന ആളാണ് അങ്ങെന്ന് എനിക്ക് എത്രയോ കാലം മുതലുള്ള അഭിപ്രായമല്ലേ അനിൽ നമ്പ്യാരെ കുറിച്ച്. ഇത് ഇന്നലെ ഇപ്പം പറഞ്ഞത് കൊണ്ട് മാത്രം വന്നതാണോ? അങ്ങ് എത്ര കാലമായുള്ള സൗഹൃദം സൂക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് അതിന് അങ്ങനെയില്ല, നമ്മൾ തമ്മിലുള്ളൊരു സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഭരണകൂടമുണ്ട്. ഭരണകൂടത്തിന് ചില കാര്യങ്ങളും ചില ചുമതലകളും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ആ ചുമതലകൾ നിർവഹിക്കുമ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ മന്ത്രി, ഭരണകൂടത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ മന്ത്രി അവിടെ ഉണ്ടാവുക എന്നത് ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ മറ്റൊരു സന്ദേശം നൽകാൻ ഇടയുള്ളത് കൊണ്ട് അവരവിടെ ഉണ്ടാകുന്നു. പൂർണ്ണാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല എന്ന് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. അത് ഹിന്ദു മതത്തിൽ തന്നെ വിശ്വാസികളും അവിശ്വാസികളുമുണ്ട്, മറ്റ് മതങ്ങളിലും വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഉണ്ടാകാം. അവിടെ ഈ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന സമയത്ത് അവഹേളനാരൂപമായ ഒരു നടപടി മന്ത്രിയുടെ ഭാഗത്തുണ്ടായി എന്ന് നോക്കിക്കാണാൻ നമുക്ക് നിവൃത്തിയില്ല. നമ്മൾ അതിനെ ആ രൂപത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ച് അതിനെ വിശകലനം ചെയ്താൽ ചിലപ്പോൾ എന്തെങ്കിലും കണ്ടേക്കാം. പക്ഷെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്, കാലാകാലങ്ങളായി ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമല്ലാത്ത ഒരു രാഷ്ട്രീയ സംഹിത അല്ലെങ്കിൽ ഒരു ആശയ സംഹിത സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നുള്ള വ്യതിയാനത്തെ, ട്രാൻസിഷനെ അംഗീകരിക്കുന്നതിന് പകരം എന്ത് ട്രാൻസിഷനാണ്? മസിൽ പിടിച്ചു നിൽക്കുകയല്ലേ? വക്കീലെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. കമ്മ്യൂണിസ്റ്റുകാർ അവിശ്വാസികളാണ്. ആ അവിശ്വാസികൾ എന്തിനാണ് സർ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? നോക്കൂ, മന്ത്രിസഭയിൽ കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട്. അദ്ദേഹം നേരത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു അല്ലേ?
അദ്ദേഹം ഭക്തിയോടുകൂടി സന്നിധാനത്ത് അദ്ദേഹം നിലയുറപ്പിക്കുമായിരുന്നു. പോട്ടെ, കെ ബി ഗണേഷ് കുമാർ, അദ്ദേഹത്തിനും ഭക്തിയുണ്ട് അല്ലേ? ഈ വാസവൻ അതുപോലെ രാധാകൃഷ്ണൻ, ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ എന്തിനാ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തത്? വേണ്ടാന്ന് വെച്ചാൽ പോരെ? വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരെ? അല്ല അതിന് മറുപടി പറയാൻ ഞാൻ അശക്തനാണ്. അത് ഇപ്പം ഈ ചോദിക്കുന്നത് പോലെ എന്തിനാണ് ഇന്ന് അനിൽ നമ്പ്യാരെ കൊണ്ട് തന്നെ ഇത് എൻകറിയിപ്പിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചാലോ? അത് എനിക്ക് ചോദിക്കാൻ അർഹതയുള്ള ചോദ്യമാണോ? അതല്ലല്ലോ. വേറെ നമ്മളെ സുഹൃത്തുക്കള് ചോദ്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവില്ല. ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് വേറെ ആങ്കർ ചോദിക്കുക. ഞാനിപ്പോ ചോദിക്കുന്നത് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന്റെ പ്രസക്തിയില്ലായ്മയെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. അവിടെ ഈ ചെയ്യുന്ന അവരെ നന്നാക്കിയെടുക്കുക, അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ആവശ്യമുള്ള രൂപത്തിലും ഭാവത്തിലും സംഹിതയിലും പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ചുമതല അല്ലെങ്കിൽ ഉത്തരവാദിത്വം. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. വാസവൻ പ്രവർത്തിക്കുന്നത് ആ ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ശുദ്ധതയ്ക്ക്, അതിൻ്റെ ഭവ്യതയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടത് തിരുത്തിക്കുക എന്നുള്ളതല്ലാതെ മറ്റു തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന എൻ്റെ ഒരു വികാരമാണ്. ആരാണ് തിരുത്തിക്കേണ്ടത് വക്കീലെ? ആരാ തിരുത്തിക്കേണ്ടത്? പിണറായി തിരുത്തിക്കുവോ അദ്ദേഹത്തെ? ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പോയി പിണറായി ചോദിച്ചത് വക്കീലിന് അറിയാലോ, ഇവിടെയാണോ നിങ്ങളുടെ ആളിരിക്കുന്നത് എന്നുള്ള രീതിയിലല്ലേ അദ്ദേഹം ചോദിച്ചത്. അപ്പൊ ഇത് വേറെ ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ പോയി ഈ രീതിയിൽ അവഹേളിക്കും വിധം പെരുമാറുമോ എന്നുള്ളതാണ് ചോദ്യം. വേറെ ഏതെങ്കിലും ഒരു ആരാധനാലയങ്ങളിൽ പോയി ഇவ்விധം പെരുമാറുമോ? തിരുത്തിക്കേണ്ടവരിൽ നിങ്ങളും ഞാനും ജനവും അതുപോലെയുള്ള എല്ലാ ആളുകളും തിരുത്തിക്കേണ്ടവരിൽ പെടുന്നവരാണ്. നമ്മൾ ആ ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത ഭാവത്തിലും വ്യത്യസ്ത വാക്കുകളിലും വ്യത്യസ്ത രൂപത്തിലുമാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളാണ് ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെ തിരുത്തിക്കേണ്ടത്. അത് ചെയ്യുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയക്കാർ ഈ സമൂഹത്തിന് വേണ്ടാത്തവരാണ് എന്ന് ഒരു വിശ്വാസികൾക്ക് അല്ലെങ്കിൽ മത നേതാക്കന്മാർക്ക് അങ്ങനെ പറയാം. മത നേതാക്കന്മാർ ഈ സമൂഹത്തിൽ വേണ്ടാത്തവരാണ് എന്ന് രാഷ്ട്രീയക്കാർക്ക് പറയാം. അപ്പൊ പിന്നെ ഇനിയിപ്പോൾ ഡയാലിസിസ് നടത്തി കഴിഞ്ഞാലും അവർ മാറണമെന്നില്ലല്ലോ. എത്ര ഡയാലിസിസ് നടത്തിയാലും അവർ മാറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ എന്തിനാണ് ഇതിനകത്തൊക്കെ വരുന്നത് എന്നുള്ളത്. അത് പ്രസക്തമായിട്ടുള്ള ചോദ്യമല്ലേ? രാഷ്ട്രീയം ഒരു വശത്താണെങ്കിൽ ഞാൻ പറയാം രാഷ്ട്രീയക്കാർ വേണ്ട എന്ന് മതത്തിൻ്റെയും ജാതിയുടെയും നേതാക്കന്മാർക്ക് പറയാം. അവർ പറഞ്ഞോട്ടെ. രാഷ്ട്രീയക്കാർക്ക് മത നേതാക്കന്മാരും ജാതി നേതാക്കന്മാരും ഒന്നും സമൂഹത്തിൻ്റെ ഉന്നത സ്ഥിതിയിലേക്ക് വേണ്ട, അവർ മതത്തിൻ്റെ കാര്യമായിട്ട് നോക്കിപ്പോയാൽ മതി എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. പക്ഷെ ജനാധിപത്യ രാജ്യത്ത്, ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വിലയുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സംഹിതയുണ്ട്. അവർ രാജ്യത്തിൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്നവരായി മാറുന്ന സാഹചര്യങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടി കുറേ കാലം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJP 12ാം കൊല്ലത്തേക്ക് BJP തുടർച്ചയായ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരൊന്നും ഈ സമൂഹത്തിൽ വേണ്ടാത്തവരാണ് എന്ന ഒരു പൊതു ധാരണയോ പൊതു വിശ്വാസമോ എനിക്കില്ല. അവർ കടക്കേണ്ടാത്തയിടത്ത് കടക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും ഈ പറയുന്ന പ്ലൂരാലിറ്റിയുള്ള ഒരു രാജ്യത്ത് മതത്തിനും ജാതിക്കും ഒക്കെ പ്രസക്തിയുണ്ട്. ആ പ്രസക്തി അവിടെയാണ് എനിക്ക് വിയോജിപ്പ്. ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ മാത്രമല്ലേ ഈ കൈകടത്തലുള്ളൂ? ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളിൽ മാത്രം വന്നല്ലേ ഇങ്ങനെ അപമര്യാദയോടെ പെരുമാറുന്നുള്ളൂ? അപ്പുറത്ത് പോയ വിവരം അറിയും വക്കീലേ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ശരിയല്ലേ? കേരളത്തിൽ നടക്കുന്നതല്ലേ? വക്കീലിന് ഇതൊന്നും അറിയില്ലേ? വക്കീൽ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? എങ്ങനെയാ പോന്നെ? പള്ളി പോണോ? പോയിട്ട് ഇതുപോലെ നിൽക്കുവോ? ക്രിസ്ത്യൻ മുസ്ലിം പള്ളിയിൽ പോണോ? എന്തിനാ പോകുന്നത്? അവർക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഇത് ഭരണത്തിന്റെ കീഴിൽ. അതല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല, മോസ്കുകളെയും ചർച്ചുകളെയും നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവരുമോ? ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്.
കൊണ്ടുവരട്ടെ. എപ്പോ ഗവൺമെന്റ് ആണല്ലോ ആര് കൊണ്ടുവരും? അതിനുള്ള നട്ടല്ലേ ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവരണം. അതിനുള്ള നട്ടല്ലേ ഇടതുപക്ഷത്തിരിക്കുന്നവർക്കുണ്ടോ? നരേന്ദ്രമോദിക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം കൊണ്ടുവരണം. എന്താ കൊണ്ടുവരുന്നതിന്? കൊണ്ടുവരട്ടെ. ഈ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ കേരളത്തിന്റെ ഒരു ഇട്ടാവട്ടത്തുള്ള ആളുകളല്ലല്ലോ, ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമല്ലേ. ആ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗത്തിൽ കൊണ്ടുവന്നോട്ടെ. അതായത് നമ്മളിങ്ങനെ പോളൂ, ഞങ്ങൾ ഇങ്ങനെ പോളൂ, കേരളത്തിൽ ഞങ്ങൾ ഇങ്ങനെ പോളൂ, ക്ഷേത്രങ്ങളെയൊക്കെ കൈകാര്യം ചെയ്ത് അടക്കി വാണ് മാത്രമേ ഞങ്ങൾ പോയുള്ളൂ, മറ്റുള്ള ആരാധനാലയങ്ങളെയൊന്നും ഞങ്ങൾ തൊടില്ല. ഇനി വല്ല മാറ്റം കൊണ്ടുവരണമെങ്കിൽ നരേന്ദ്രമോദി കൊണ്ടുവരട്ടെ. അത് എസ്കേപ്പിസം അല്ലേ വക്കീൽ? അത് എസ്കേപ്പിസം അല്ലേ? കേരളത്തിലെ മാത്രമായ ജനങ്ങളുടെ ഭരണഘടനയല്ല, അത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ഭരണഘടനയാണ്. അല്ല ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ വക്കീലെ, ഇതര സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ദേവസ്വം ബോർഡ് സംവിധാനം ഉണ്ടോ? എവിടെയൊക്കെ ഉണ്ട്? അല്ല, എവിടെയാ ഇല്ലാത്ത? പറ, എവിടെയൊക്കെ ഉണ്ട്? എവിടെയാണ് ഇല്ലാത്ത? എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ പറയൂ. ഓക്കെ, ശ്രീ കാളിദാസ ഭട്ടതിരിപ്പാട്, ദേവസ്വം ബോർഡ് ആ സംവിധാനം തന്നെ എടുത്തു കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, അങ്ങനെയാണ് തോന്നുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരിക്കണം ഇനി ഹൈന്ദവ സംഘടനകൾ ആരംഭിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാത്തിടത്തോളം ഈ രാഷ്ട്രീയക്കാർ നുഴഞ്ഞു കയറി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ശരിയായ അർത്ഥത്തില് ഏത് ജോലിക്ക് പോയാലും അത് ഭംഗിയായിട്ട് ചെയ്യാന്നുള്ള ഒരു നിയമം ഉണ്ടല്ലോ, അത് പാലിച്ചാൽ കുറെയൊക്കെ നമുക്ക് നേരെയാക്കാൻ പറ്റിയേക്കുമായിരിക്കും. ഹിന്ദുക്കളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക, ഹിന്ദുക്കളുടെ ആചാരത്തെക്കുറിച്ച് പഠിക്കുക. ഇപ്പൊ ഏത് മന്ത്രിയായാലും ആരായാലും ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ, ശബരിമല വരുമ്പോഴും ഒക്കെ അത് ശരിക്കും ഹിന്ദുക്കളുടെ അനുഷ്ഠാനങ്ങളെ കുറിച്ച്, ശബരിമല അവിടുത്തെ വിഷയങ്ങളെ കുറിച്ചൊക്കെ അവിടെ വേറെ സ്ഥലം ഉണ്ടല്ലോ അവർക്ക് രാഷ്ട്രീയം പറയാനൊക്കെ. അവിടെ ഇത് രാഷ്ട്രീയക്കാരെ തള്ളി പറയല്ല ഞാൻ പറഞ്ഞത്, അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാത്തതിന്റെ കുഴപ്പമാണ് ഈ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തിനാ അത് ക്ഷേത്രങ്ങളുടെ വിശ്വാസം ക്ഷേത്ര വിശ്വാസികൾ തന്നെ കൊണ്ടു നടക്കുകയല്ലേ വേണ്ടത്? അത് ക്ഷേത്രത്തിന്റെ സംസ്കാരം സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഇത് മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് ഈ ക്ഷേത്രത്തിലുള്ളതെന്ന് ഇവർ മനസ്സിലാക്കാത്തതിന്റെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഹിന്ദു മതത്തിന്റെ വിശ്വാസത്തിൽ മാത്രം ഇത്തരം വിവേചനം കാണിക്കുമ്പോൾ വളരെ ദുഃഖം തോന്നുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അതിനുള്ള സംവിധാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ശബരിമല പോലെയുള്ള ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ അത് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വ്യവസ്ഥ ഉണ്ടാകേണ്ടത് തന്നെയാണ്. അവിടെ അനീതികളുടെ ഒരുപാട് നടക്കും. നമുക്കറിയാമോ, ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ താമസിക്കുന്നു, അവിടുത്തെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ പണിഞ്ഞു വെച്ച് ടോയ്ലറ്റുകൾ ഇതൊക്കെ വെച്ച് ഈ അടിസ്ഥാനമായ ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന തരത്തിലല്ലേ അവിടുത്തെ ഇതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ വിശ്വാസികളാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അത് സുതാര്യമായിട്ട് കപടതയില്ലാതെ, കളങ്കമില്ലാതെ, അഴിമതിയില്ലാതെ ഇതിനെയൊക്കെ കൊണ്ടു നടക്കാനും കൂടി അവർക്ക് എല്ലാവർക്കും കഴിയണം. അത്തരം വ്യവസ്ഥകളോടുകൂടി പുതിയൊരു നൂതന സംവിധാനം ഉണ്ടായേ തീരൂ. ഇതൊരു എക്സ്പ്ലോയിറ്റേഷന്റെ ശൈലിയിലേക്കാണ് ഇപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളെ ഒക്കെ പോകുന്നതെന്നൊരു ഭയം തോന്നുകയാണ്. അതുകൊണ്ടാണ് അത്രയും പറയാൻ കാര്യം. ഏതായാലും ശബരിമല യഥാർത്ഥത്തിലുള്ള സത്യം ഈ രാഷ്ട്രീയക്കാർക്ക് കുറെ കൂടെ പഠിക്കണം എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. കാരണം അവിടെ നടക്കുന്നത് ഒരു മനുഷ്യനെ നന്നാക്കിയെടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഫിൽറ്ററിംഗ് പ്രോസസ് ആണ് ശബരിമല നടക്കുന്നത്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. മാത്രമാണ്, വേറെ എവിടെയുമില്ല. അപ്പൊ ഇത് നേരെയാക്കി എടുക്കാനുള്ള പരിപാടി നോക്കാനുള്ളത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടില്ലേ, ആൾക്കാർക്ക് വെള്ളം കുടിക്കാൻ വിഷമിക്കുന്നവർക്ക് എങ്ങനെ ഒരു തരത്തിൽ അവിടെ എത്താൻ കഴിയുന്നില്ല, അവർക്ക് തിരിച്ചു പോയാൽ മതി എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് തിരുപ്പതി മോഡലിൽ ഒരു വ്യവസ്ഥ നമ്മൾ പണ്ട് ഹരിവരാസനം പ്രോജക്റ്റ് ഒക്കെ അവതരിപ്പിച്ചതല്ലേ? അയ്യപ്പ ചിന്തകത്വം, നിന്റെ അകത്തും എന്റെ അകത്തും ഇരിക്കുന്നത് ഒന്നാണ്, ഈശ്വരൻ ഒന്നാണെന്ന് പറയുന്ന വലിയ സങ്കല്പമുള്ള ശബരിമലയെ സംരക്ഷിക്കേണ്ടത് ഓരോ ഹിന്ദുവിന്റെയും ബാധ്യതയാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം, വിനീതമായ അഭിപ്രായം. അത് രാഷ്ട്രീയക്കാരെ തള്ളി പറയുന്നതായിട്ട് കേൾക്കരുത്. അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് വരികയാണെങ്കിൽ ഇത് ശരിക്ക് പഠിച്ച് അത് മനസ്സിലാക്കി ഇവിടുത്തെ ആചാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രോസസ്സിനെ നേരെയാക്കാനുള്ള ശ്രമമാണ് അവർ ചെയ്യേണ്ടത്. ഇതിന് പകരം ഇതിന്റെ എക്സ്പ്ലോയിറ്റേഷൻ, പണ്ട് പല ആൾക്കാരെ കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെയാണോ ഈ വേഷം എന്നൊക്കെ ചോദിക്കുന്ന, ഇവർക്ക് ദേവസ്വം ബോർഡ് മുമ്പ് ഭരിച്ചിരുന്ന ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇവരൊക്കെ ഈ യൂണിഫോമിൽ ആക്ഷേപിക്കുന്നതൊക്കെ നമുക്ക് പല അനുഭവങ്ങളുണ്ട്. അത് ഞാൻ ചർച്ച വല്ല വഷളാക്കാതിരിക്കാൻ വേണ്ടി പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ശബരിമല എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന് ഞാനിപ്പോ കണ്ടുവരുന്ന ഒരു വലിയൊരു ദുഃഖം, ഇതിനെ എങ്ങനെങ്കിലും ക്ഷേത്രങ്ങളോ ക്ഷേത്ര സംസ്കാരങ്ങളെയോ കുഴപ്പത്തിലാക്കാനാണോ ശ്രമിക്കുന്ന ഒരു ആശങ്ക നമ്മുടെ മനസ്സിലുണ്ട്. യാതൊരു സംശയവുമില്ല. അതുകൊണ്ട്
ശബരിമല ആചാരങ്ങൾ, ഹിന്ദുക്കളുടെ ക്ഷേത്ര ആരാധനയെ കുറിച്ച് ഇവർക്ക് നിശ്ചയമില്ല. മറ്റു മതങ്ങൾ അവരുടെ ചെയ്യുന്നതൊക്കെ അവരുടേതായ രീതിയിൽ ചെയ്യുന്നു. ഹിന്ദുവിന്റെ ക്ഷേത്ര ആരാധന പഠിക്കുന്നില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ അതിനൊരു വലിയ മാറ്റം ഉണ്ടായേ തീരുള്ളൂ. ശബരിമല ഒരു കോൺക്രീറ്റ് വനമല്ല. അവിടെ ഒരു യോഗീശ്വരന്റെ കൂട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഇന്ന് നമുക്കറിയാമോ, മകരവിളക്ക് കഴിഞ്ഞ് ഭഗവാൻ വിഭൂതി ആടി രുദ്രാക്ഷം ചാർത്തി വരുമ്പോൾ അവിടെ ഒരു യോഗീശ്വരനാണ്, അല്ലാതെ വിവാഹം കഴിക്കാനിരിക്കുന്ന ആളൊന്നും അല്ലത്. അവിടെ പലരും കഥകൾ മാറ്റി മാറ്റി പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഏതായാലും ഈ ഒരു അടിസ്ഥാനം വിശ്വാസം സംരക്ഷിക്കാൻ കഴിയണം. അതിപ്പോ ഇവർ വെറുതെ രാഷ്ട്രീയം പറഞ്ഞിട്ടൊന്നും കാര്യം, രാഷ്ട്രീയക്കാരോട് നമുക്കൊരു വിരോധമില്ല. അവർ ചെയ്യുന്ന ജോലി കൃത്യമായി ഇതിനെ സംരക്ഷിക്കാനുള്ളതാണ് ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരും സർക്കാരിനൊക്കെ ഉള്ളതെങ്കിൽ അത് കൃത്യമായി ചെയ്യണം. അതിപ്പോ അത് പറയുമ്പോൾ മന്ത്രിയോടുള്ള വിരോധം കൊണ്ടാണെന്ന് ധരിക്കണ്ട, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തോടുള്ള വിരോധമായിട്ട് അതിനെ വ്യാഖ്യാനിക്കണ്ട. അതൊക്കെ ഓരോരുത്തരുടെ രാഷ്ട്രീയം, അതല്ല ഇവിടെ പറഞ്ഞത്. പക്ഷെ ഏത് ജോലി ചെയ്താലും അതിന് സിൻസിയർ ആവുക, കറപ്റ്റ് അല്ലാതാവുക. അതൊക്കെ കറപ്ഷൻ നമുക്കൊന്ന് കൂട്ടി വായിച്ചാൽ എന്തെല്ലാം അവിടെ നടക്കുന്നു. ഇപ്പൊ ശർക്കരയുടെ കാര്യങ്ങൾ, കൊടുക്കുന്ന ദ്രവ്യങ്ങൾ, സുനിൽ സ്വാമിയെ കുറിച്ചൊക്കെ പറയുന്ന കേട്ടപ്പോ എനിക്ക് തോന്നി കൃത്യമായി സാധനങ്ങൾ അവിടെ കൊടുത്തോണ്ടിരുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് അവിടെ എല്ലാവരും ഒരുപോലെ ഉള്ളൂ സുനിൽ സ്വാമിയെ കുറിച്ചൊക്കെ എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയുന്നു, കൃത്യമായി അവിടുത്തെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ ചെയ്യാത്തത് കൊണ്ടല്ലേ അദ്ദേഹം അത് ചെയ്യേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് സുനിൽ സ്വാമിയെ തള്ളി പറയല്ല, അല്ലെങ്കിൽ സുനിൽ സ്വാമി ചെയ്തതിനെ നമ്മൾ ആക്ഷേപിക്കുകയല്ല വേണ്ടത്. ഞാൻ പറയുന്നത് നമുക്ക് നല്ല ബോധ്യമുണ്ട് ശബരിമല എന്തിനാണെന്ന് ഇവർക്ക് നിശ്ചയമില്ല. അതുകൊണ്ടാണ് ഒളിച്ച് ഒരു ചില സ്ത്രീകളെയൊക്കെ ശബരിമല കയറ്റാൻ ശ്രമിച്ചതെന്ന് തന്നെ ഞാൻ പറയാം. കാരണം അവിടുത്തെ ആചാരങ്ങളെ കുറിച്ച് നിശ്ചയമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്ന ഫിസിക്സിൽ പറയുന്ന ഒരു തിയറി ഉണ്ടല്ലോ, ഫോർ എവരി ആക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. 5 ദിവസമാണ് ഭഗവാൻ ഉണർന്നതെങ്കിൽ ആ ഉണർന്നവര് ഈ തെറ്റിന് ഒരിക്കലും ഭഗവാൻ കൂട്ടു നിൽക്കുകയല്ല എന്നുള്ളത് നിങ്ങൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് വിശ്വാസികളുടെ കാര്യം വിശ്വാസികൾ നോക്കട്ടെന്നേ, എന്താ കുഴപ്പം? അതെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ വിജി തമ്പി, ക്ഷേത്രങ്ങളെ കക്ഷി രാഷ്ട്രീയക്കാരിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ കേന്ദ്രം ഒരു നിയമം കൊണ്ടുവരട്ടെ എന്നാണ് പറയുന്നത്. നമ്മളൊന്നും ചെയ്യില്ല, ഞങ്ങൾ ഇനി എന്തായാലും ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ കൂടുതൽ കൈകടത്തലുകളെ നടത്തൂ എന്നാണ് വക്കീലിൻ്റെ ഭാഷയിൽ നിന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത്. അല്ല, കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുന്നൊരു കാര്യമല്ല ഈ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച്. കാരണം നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാരുടെ കീഴിലല്ല. ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് കേരളത്തിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ദ്രോഹമായി വന്നിട്ടുള്ളത്. കാരണം അന്ന് തിരുവിതാംകൂർ മഹാരാജാവ് ഈ ഭരണം കൈമാറിയപ്പോൾ ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു പ്രത്യേക ട്രസ്റ്റ് പോലെയാണ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഭാരതകേസരി മന്നത്ത് പത്മനാഭനാണ്. ശ്രീ ആർ ശങ്കറൊക്കെ അതിനകത്ത് കമ്മിറ്റിയിലുണ്ടായിരുന്നതാണ്. അത്ര പ്രഗത്ഭരായ വ്യക്തികളുണ്ടായിരുന്നതാണ്. അതിന് അവർ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനും ക്ഷേത്രങ്ങളെ ഏകീകരിക്കാനും വേണ്ടിയാണ് വന്നത്. പിന്നെ മാറിയാണ് ഇത് രാഷ്ട്രീയക്കാരുടെ കൈകളിലേക്ക് വന്നത്. ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു പറഞ്ഞ ഒരു വിഷയത്തിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞ വാസവനെ പോലുള്ള ആൾക്കാരെ ഇനി ഭക്തരാക്കി മാറ്റിയെടുക്കാൻ നമുക്കൊക്കെ ഇറങ്ങണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം? ഹിന്ദുക്കൾ ഭക്തി ഉണ്ടെങ്കിലാണ് ഉള്ളോ പ്രശ്നം? ഹിന്ദുക്കൾക്ക് മാത്രമേ ഭക്തി പുറത്ത് കാണിക്കാൻ പാടുള്ളതുള്ളൂ? അവർക്ക് ക്ഷേത്രത്തിൽ പോയാൽ തൊഴാൻ പാടില്ല, മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മരുമോൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. അവിടെ ഏതോ ഒരു ഇസ്ലാമിക ഒരു ചടങ്ങിൽ അവരോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു പോകുന്നത്. അതുപോലെ ക്രിസ്ത്യാനികളായ ആൾക്കാർ അവർ കഴുത്തിൽ അവർ കുരിശുമാല ചാർത്തി അവരുടെ മക്കളുടെ കല്യാണം നടത്തുന്നു, മാമോദിസ നടത്തുന്നു. അതൊന്നും പ്രശ്നമില്ല. CPM-ൻ്റെ തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ കണ്ടതാണ്. അവിടെ ഉച്ചയ്ക്ക്, അതായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേക സമയ സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഹിന്ദുക്കൾക്ക് രാവിലെ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഇവർ പറയുക? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എല്ലാ രീതിയിലും കോഴിക്കോട് ഒരു സ്കൂളിൽ, അതും ഒരു പ്രൈവറ്റ് സ്കൂൾ എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഗ്രാൻഡുള്ള സ്കൂളിൽ അവർ പുതിയ ബിൽഡിംഗ് തുടങ്ങിയപ്പോൾ അവിടെ കഷ്ടകാലത്തിന് അവർക്കൊരു നന്നായിരിക്കാൻ വേണ്ടി ഒരു ഗണപതി ഹോമം അവർ ചെയ്തു. അതിന് എന്തെല്ലാം വൃത്തികേടാണ് ഇവർ കാണിച്ചത്? അതിനെ ചവിട്ടിപ്പൊളിച്ച് കളയുകയും എന്തൊക്കെ ചെയ്തു? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാനങ്ങളിലും മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവർക്ക് നിഷിദ്ധമായിട്ടുള്ളൂ? മറ്റൊന്നും പ്രശ്നമില്ലല്ലോ. ശ്രീ പിണറായി വിജയൻ തന്നെ ഇത്തവണ ശിവഗിരി തീർത്ഥാടന കാലത്ത് അവിടെ ചെന്ന് പറഞ്ഞതെന്താ? സനാതന ധർമ്മത്തെയും ഹിന്ദു വിശ്വാസത്തെയും വളരെ അവഹേളിച്ചെത്തി സംസാരിച്ചില്ലേ? അദ്ദേഹം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ, ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്ന കാര്യത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഇതേ സ്ഥലത്ത് തന്നെയല്ലേ നമ്മുടെ മെക്കയിൽ നമ്മൾ കാണുന്നില്ലേ തീർത്ഥാടനം?
എത്രയോ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന എത്രയോ സമ്പന്നരായ വ്യക്തികൾ അവർ കോട്ടും സൂട്ടും ഇട്ട് വരുന്ന ആൾക്കാർ ആ വേഷത്തിലാണോ അവരവിടെ ദർശനം നടത്തുന്നത്? വെള്ള ഉടുപ്പ് പുതച്ച് ഒറ്റ മുണ്ട് പുതച്ചില്ലേ ദർശനം നടത്തുന്നത്? അപ്പോൾ ഓരോന്നിനും ഓരോ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടണം. ശബരിമലയിലെ ആചാരാനുഷ്ഠാനമല്ല ഗുരുവായൂരുള്ളത്, ഗുരുവായൂരെ അല്ല ശിവനാമസ്വാമി ക്ഷേത്രത്തിലുള്ളത്. അതുപോലെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആചാര രീതിയും കേരളത്തിലെ ആചാര രീതിയും തന്ത്ര രീതിയും എല്ലാം വ്യത്യസ്തമാണ്. എങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ്, 3 ക്ഷേത്രങ്ങൾ ഞാൻ പറയാം. വാരണാസിയിലെ കാശി വിശ്വനാഥ സ്വാമി ക്ഷേത്രവും, അതുപോലെ ബദ്രിനാഥിലെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രവും, കേദാർനാഥിലെ മഹാദേവൻ്റെ ക്ഷേത്രവും. കേദാർനാഥും ബദ്രിനാഥും ഒരേ സ്ഥലത്ത് ഉത്തരാഖണ്ഡിലെ ഹിമാലയ സാനുക്കളിലാണുള്ളത്. ഈ 2 ക്ഷേത്രങ്ങളിലെയും ആചാരാനുഷ്ഠാനങ്ങൾ ഒരുപോലെയാണോ? കേദാർനാഥിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭഗവാനിൽ അഭിഷേകം ചെയ്യാം. നമ്മൾ കൊണ്ടുപോകുന്ന ഇപ്പോൾ കൂടമാലയാണെങ്കിൽ എന്തായാലും ചാർത്താം. അതേസമയത്ത് ബദ്രിനാഥിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സിസ്റ്റമാണ് അവിടെ. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അത് പാലിക്കപ്പെടുക തന്നെ വേണം, അല്ലാതെ നമുക്ക് എല്ലാം ഏകീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം പറഞ്ഞു നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് ആ വിളക്ക് കാണുന്ന സ്ഥലത്താണോ നിങ്ങളുടെ കണ്ണൻ, നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ചോദിച്ച ഒരാൾ ഭരിക്കുന്ന നാടാണിത്. അപ്പോൾ അദ്ദേഹത്തെ ഭയന്നാണോ ഇവരൊക്കെ ഇനി ഭക്തി പുറത്തുണ്ടെങ്കിലും കാണിക്കാത്തത്? ശ്രീ സുരേഷ് ബാബുവിനോട് എനിക്ക് ചോദിക്കാനുള്ള അതാണ്. ശ്രീ വാസവന്റെ ഉള്ളിൽ ഭക്തി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഭക്തി പുറത്ത് കാണിക്കാത്തത് അദ്ദേഹത്തിന്റെ ദൈവത്തെ പേടിച്ചാണോ? അദ്ദേഹത്തിന്റെ ദൈവം എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനെ പേടിച്ചാണോ അദ്ദേഹം ഈ ഭക്തി പുറത്ത് കാണിക്കാത്തത്? അങ്ങനെയാണെങ്കിൽ ഇനി അദ്ദേഹം എങ്ങനെ നമ്മൾ ഭക്തി പുറത്ത് കൊണ്ടുവരും അദ്ദേഹത്തിനുള്ളിലുണ്ടെങ്കിൽ തന്നെ? അപ്പോൾ അത് ഞാൻ പറയണ, ഇവരെ പോലുള്ള ആൾക്കാർ ഇവർക്ക് ഭക്തി ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ, ഇല്ലെങ്കിൽ ശബരിമല വന്നാൽ ഗസ്റ്റ് ഹൗസിൽ ഇരിക്കട്ടെ. എന്തിനാണ് ഈ സോപാനത്തിന്റെ മുമ്പിൽ വന്ന് ഈ സർക്കസ് കാണിക്കുന്നത്? എന്തിനാണ് ഇത്രയും ഭക്തന്മാർക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഇദ്ദേഹം പെരുമാറുന്നത്? ഇദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്ന ആ തമിഴ്നാട് ദേവസ്വം മന്ത്രി, അദ്ദേഹത്തെ ശേഖർ ബാബുവിനെ ഒന്ന് കണ്ടൂടെ? അദ്ദേഹം എന്ത് ഭക്തിയോടെ നിൽക്കുന്നു? ഒന്ന് തൊഴുതാൽ ഇയാൾക്ക് എന്ത് പറ്റും? ഇയാളുടെ തലയെ വെട്ടിക്കളയും ആരെങ്കിലും? അപ്പൊ ഇതൊന്നും ശരിയായ നടപടിയല്ല. ഇതൊന്നും ഒരിക്കലും അനുവദിക്കപ്പെടേണ്ടതല്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഭക്തന്മാരും ഹൈന്ദവ സംഘടനകളും ശക്തമായി ഇനി രംഗത്തേക്ക് ഇറങ്ങേണ്ടിയിരിക്കുന്നു. കാര്യം ഇത് ഇനിയും ഇവർ വിട്ടുതരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇവർക്കൊക്കെ ശബരിമലയിലായാലും ശരി ഏത് ക്ഷേത്രങ്ങളിലായാലും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നോ ഭക്തരുടെ സൗകര്യങ്ങൾ നടത്തി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ ചൈതന്യം വർദ്ധിപ്പിക്കണമെന്നൊന്നും അല്ലല്ലോ ആഗ്രഹം. എങ്ങനെയൊക്കെ പൈസ അടിച്ചു മാറ്റാം, ഇതാണ് ചിന്ത. അപ്പം ഞാൻ ചോദിക്കട്ടെ, അവിടെ അരവണയും അപ്പവും എത്ര കാലമായിട്ട് എത്ര പ്രാവശ്യം നമ്മൾ പറയുന്നു ഇത് വാങ്ങിക്കരുതെന്ന്. കാര്യം ഇത് 18-ാം പടി പോലും കാണാത്ത സാധനമാണിത്. ഒരു ഫാക്ടറി ഉൽപ്പന്നമാണ് അവിടുത്തെ അരവണയും അപ്പവും. ഇത് വാങ്ങിച്ച് കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് പോകുന്ന ഭക്തർ അവരല്ലേ നമുക്ക് ഹിന്ദുക്കൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? പലപ്പോഴും നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കൊണ്ട് ദേവി ഇത് പൈസ കൊണ്ട് തള്ളരുതേ. നിങ്ങൾ 1 രൂപ കോയിൻ കൊണ്ടിടൂ. നിങ്ങൾക്കൊരു സമർപ്പണം ആവശ്യമാണെങ്കിൽ 1 രൂപ കോയിൻ ഇടൂ, അതിടൂ. അല്ലാതെ എന്തിനാ ഈ പൈസ കൊണ്ട് തള്ളുന്നത്? ഈ പൈസ കിട്ടുന്നിടത്തോളം കാലം, പണം ഉണ്ടാകുന്നിടത്തോളം കാലം ഇവരൊരിക്കലും ക്ഷേത്രങ്ങൾ വിട്ടുപോകില്ല. ഒന്നുകിൽ നിങ്ങൾ ഭക്തർ മനസ്സിലാക്കി ക്ഷേത്രങ്ങളിൽ പണം കൊണ്ട് തള്ളാതിരിക്കുക. ഇതുപോലെ അനാവശ്യമായ പറ്റിപ്പ്, ഇതുപോലെയുള്ള അരവണയും അപ്പണവും പോകുന്ന വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാതിരിക്കുക. വരിക, ഭഗവാനെ തൊഴുക, നെയ്യഭിഷേകം ചെയ്യുക, പ്രാർത്ഥിക്കുക, തിരിച്ചു പോവുക. ഇതായിരിക്കണം ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും വന്നു കഴിഞ്ഞാൽ, വരുമാനമില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഈ ക്ഷേത്രങ്ങൾ എന്തിനാ? ഇവർ തന്നെ ഉപേക്ഷിച്ച് പൊയ്ക്കോളും. അപ്പോൾ നമുക്ക് ക്ഷേത്രങ്ങൾ തിരിച്ച് നമുക്ക് കൊണ്ടുവരാം, ഭക്തരുടെ കയ്യിലേക്ക് വരും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏകദേശം 50,000-ഓളം ക്ഷേത്രങ്ങളുണ്ട്. അതിലൊരു 5,000-ൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാ ദേവസ്വം ബോർഡും കൂടെ ചേർന്ന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ എനിക്ക് തോന്നുന്നു 1,200 ക്ഷേത്രം മറ്റേ ഉള്ളൂ. ബാക്കി എല്ലാ ദേവസ്വം ബോർഡും കൂടെ ചേർന്നാൽ 5,000-ൽ താഴെ ക്ഷേത്രമേ ഉള്ളൂ. ബാക്കി ഏകദേശം 45,000 ക്ഷേത്രങ്ങൾ കേരളത്തിൽ നടന്നു പോകുന്നത് സർക്കാരിൻ്റെ പൈസ കൊണ്ടാണോ? ഭക്തർ അവിടെ നടത്തുന്ന സമർപ്പണം കൊണ്ടല്ലേ, അല്ലെങ്കിൽ അവിടുത്തെ പൂജയും വഴിപാടുകളും കൊണ്ടല്ലേ? അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം അനുസരിച്ച് വേണം ആ ക്ഷേത്രങ്ങളിലെ ചെലവ് ആ രീതിയിൽ ചിട്ടപ്പെടുത്താൻ. അല്ലാതെ ഈ കണ്ട കമ്മ്യൂണിസ്റ്റുകാരെ അത്രയും കൊണ്ട് ക്ഷേത്രങ്ങളിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു തോന്നിയവാസത്തിൽ പൈസ കൊടുത്ത് ശമ്പളം കൊടുക്കുക, അവർക്ക് പെൻഷൻ കൊടുക്കുക, ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലല്ലേ ഇങ്ങനെ പൈസ ഇല്ല പോകുന്നത്. ബാക്കി 45,000 ക്ഷേത്രങ്ങൾ എങ്ങനെ കേരളത്തിൽ നടക്കുന്നു? അതെന്താ തിരുവിതാംകൂർ ദേവസ്വം ബോർഡൊന്നും പഠിക്കാത്തത്, അല്ലെങ്കിൽ മറ്റ് ദേവസ്വം ബോർഡുകളൊന്നും പഠിക്കാത്തത് എന്താ? അപ്പോൾ അത് നടന്നോളും. നിങ്ങൾ പൈസ ഇല്ലാതെ ഇവരിറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങൾ തീർച്ചയായിട്ടും ആ ഓരോ സമൂഹവും ഹിന്ദു സമാജം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നടത്താൻ പറ്റും. അതിൽ ഒരു സംശയവും വേണ്ട. ഇവരെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ, ഭക്തിയില്ലാത്തവർ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പോട്ടെ കോൺഗ്രസ്സുകാർ, നേരത്തെ നമ്മുടെ അദ്ദേഹം പറഞ്ഞ പോലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ ശബരിമലയിൽ വന്ന് ഷോ കാണിച്ചിട്ട് പോയി നമ്മൾ കണ്ടു. അവർക്കൊക്കെ ഉള്ളിൽ ഭക്തി ഉണ്ടോ? ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വരുന്നതാണ്.
പല ആൾക്കാരും അങ്ങനെ വന്നു പോകുന്നു. എന്തിനാ അതിൻ്റെ ആവശ്യം? ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശബരിമല മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ശബരിമലയിൽ പോകുന്നവർ പൂർണ്ണമായ വ്രതാനുഷ്ഠാനത്തോടെ പോയാൽ മാത്രമേ അവിടെ പോകുന്ന ഒരു കാര്യമുള്ളൂ. കാര്യം തത്വമസി എന്ന പൊരുൾ എന്താണ്? ഞാനും നീ ഒന്നെന്നാണ്. ഞാനും നീ ഒന്നാവണമെങ്കിൽ ആ അയ്യപ്പനായി മാറണമെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ മാത്രമാണ് നമ്മൾ ഭക്തനായിട്ടല്ല പോകുന്നത്, നമ്മൾ അയ്യപ്പനായിട്ടാണ് പോകുന്നത്. ആ അയ്യപ്പനായിട്ട് വേണം പോകാൻ, എങ്കിൽ മാത്രമേ 18-ാം പടി ചവിട്ടാവൂ. അപ്പോൾ ആ അയ്യപ്പനായിട്ട് പോകാനാണ് ഈ 41 ദിവസം വ്രതം എന്ന് പറയുന്നത്. ആ വ്രതം എടുക്കാതെ നമ്മൾ അവിടെ പോയിട്ട് എന്ത് കാര്യം? വേറെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ പോയി തൊഴുതാൽ പോരെ? ആരെങ്കിലും കാണിക്കാനാണോ, ആർക്കെങ്കിലും ബോധ്യപ്പെടുത്താനാണോ ശബരിമലയിൽ പോകുന്നത്? ശബരിമലയിൽ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനാണെങ്കിൽ ആ അനുഗ്രഹം കിട്ടുന്ന രീതിയിൽ തന്നെ ശബരിമലയിൽ പോയി ദർശനം നടത്തിയാൽ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ. അല്ലാതെ പോയിട്ട് കാര്യമില്ല. അത് ഞാൻ പറഞ്ഞു, ഇവരെയൊന്നും അല്ലേ, കമ്മ്യൂണിസ്റ്റുകാരല്ല പറയേണ്ടത്. നമ്മുടെ യഥാർത്ഥ ഈ ഹിന്ദു സമാജം ഇത് മനസ്സിലാക്കണം. ഓരോ ഹിന്ദുക്കളും മനസ്സിലാക്കണം. ഞാൻ ശബരിമലയിൽ പോകുന്നത് ഇങ്ങനെ തന്നെ പോകണം, ഞാൻ വ്രതാനുഷ്ഠാനത്തോടെ തന്നെ പോകണം, 40 ദിവസം വ്രതം അനുഷ്ഠിച്ച് തന്നെ ഞാൻ ശബരിമലയിൽ പോകണം എന്ന് തീരുമാനിക്കണം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മാത്രമല്ലേ ഈ പ്രശ്നമുള്ളൂ? ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഭാരതത്തിൻ്റെ മറ്റു ഭാഗത്തു നിന്ന് വരുന്ന എത്രയോ ആൾക്കാർ കൃത്യമായ വ്രതാനുഷ്ഠാനങ്ങളോടെ വരുന്നു. അവർ വന്ന് ഭംഗിയായിട്ട് അയ്യപ്പനെ കൃത്യമായ രീതിയിൽ തൊഴുതിട്ട് പോകുന്നു. നമ്മുടെ ആൾക്കാർക്ക് എന്താ ഇങ്ങനെ വരുന്നത്? അപ്പൊ അവർ ചെയ്യുന്ന പ്രശ്നം അവരവിടെ നിന്ന് കൊണ്ടുവരുന്ന തള്ളിയിട്ട് പോകും. അല്ല, തമിഴ്നാട് മന്ത്രിയിൽ നിന്നെങ്കിലും കണ്ടുപഠിക്കട്ടെ. ചെയ്യാം, നല്ല കാര്യങ്ങൾ ചെയ്യാം. ₹1 കോയിൻ കൊണ്ടിട്ട് പോകും, തൊഴുതിട്ട് പോകും. അതുകൊണ്ട് വക്കീലെ, വഴിമുടക്കിയായിട്ടോ വാച്ച്മാനോ ആയിട്ടോ നിൽക്കേണ്ട ഒരാളല്ല ദേവസ്വം മന്ത്രി. മറ്റുള്ളവർക്ക് തൊഴാനുള്ള അവസരമാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇല്ലാതായത്. അദ്ദേഹം അത് മനസ്സിലാക്കണം. മാത്രമല്ല, ഞാനിതിനെ കാണുന്നത് സനാതനധർമ്മത്തോടും അതുപോലെ ഹൈന്ദവ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ഉള്ള അവഹേളനമായിട്ട് തന്നെയാണ് വക്കീലെ. വക്കീൽ എന്ത് പറഞ്ഞാലും വക്കീൽ പറഞ്ഞു തിരുത്താനുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ സനാതനം വർത്തമാനകാലത്തെ അശ്ലീലമാണ് എന്ന് പറഞ്ഞ ഒരാൾ, MV ഗോവിന്ദൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ, അയാളിൽ നിന്നും എന്ത് തിരുത്തലാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കേണ്ടത്? തലപ്പത്തിരിക്കുന്നവർ, അവരെ കണ്ടല്ലേ മറ്റുള്ളവർ പഠിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭക്തി ഉണ്ടാവും, പക്ഷേ അദ്ദേഹം അവിടെ അയ്യപ്പനെ വണങ്ങിയാൽ ഒരുപക്ഷെ നാളെ പണി പോവും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം, ഭീതി കൊണ്ടായിരിക്കാം, പേടി കൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും ആത്യന്തികമായി അദ്ദേഹം ഇതുവഴി കൊടുത്ത ആ ഒരു സന്ദേശം, അത് പൊതുസമൂഹം എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് എന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വാസവൻ ഉണ്ടാക്കട്ടെ. ഞാനിവിടെ 2 ബഹുമാനപ്പെട്ട വ്യക്തികൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ഹിന്ദു മതാചാര കാര്യങ്ങളും വസ്തുതകളും രാഷ്ട്രീയക്കാരും ജനങ്ങളും മനസ്സിലാക്കണം, പഠിക്കണം, പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞതിനെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് പ്രവർത്തിക്കണം. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഒരു ഭരണകൂടത്തിന് ഒരു മതത്തിൻ്റെ ആചാരം പഠിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു മതത്തിൽ അത്തരം ആചാരങ്ങൾ അവരുടെ പിൻ അവകാശികളായി ജനിച്ചു വരുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട്. എങ്കിൽ അത് ചെയ്യേണ്ടുന്നത് അതത് വിഭാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അധികാരത്തിലുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിലുള്ള ആളുകൾ തന്നെയാണ്. ഇതര സമുദായത്തിലും സമൂഹത്തിലും ഹിന്ദു മതത്തിൻ്റെ അപ്പുറത്തുള്ള മറ്റിതര മതങ്ങളും മറ്റുള്ള സംഘടനകളുമൊക്കെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ബാല്യകാലങ്ങളിൽ തന്നെ പഠിപ്പിക്കുന്നതായി പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്ത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിർവഹിക്കാതിരിക്കുകയും ഇത് നിർവഹിക്കേണ്ടുന്ന ആളുകൾ നിർവഹിക്കാതിരുന്നിട്ട് മറ്റേ ആരെങ്കിലും ആക്ഷേപിക്കുന്നതിനോട് ഒരു യുക്തിപരമായി യോജിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ അത് എല്ലാവരെയും കാര്യങ്ങൾ പഠിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഒന്ന്, ഓരോ ക്ഷേത്രത്തിലെയും ഓരോ ആചാരങ്ങളാണ്. ആ ആചാരങ്ങൾ നിലനിർത്തുന്നതിനാവശ്യമായ സംഹിതകൾ ഉണ്ടാവണം എന്നുള്ളതിനോടും ഞാൻ യോജിക്കുന്നു. പക്ഷേ അത് തന്നെ ആ വൈവിധ്യത്തെ
കാണുവാൻ നമ്മളും തയ്യാറാകണം. ആ വൈവിധ്യം നിലനിൽക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റേതെന്ന് പറയപ്പെടുന്ന ക്ഷേത്ര ആരാധനകളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണ്ടേ? അപ്പോൾ ആ വൈവിധ്യം ഉണ്ടാകുന്ന സന്ദർഭത്തെ എങ്ങനെയാണ് ഒരു പൊതുസമൂഹം നേരിടേണ്ടത് എന്നുകൂടി ഈ പറയുന്ന ഈ മതത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയക്കാർക്കും ഒപ്പം കൂടി ഞാനൊന്നുകൂടി ചേർക്കുന്നു, പൊതുജനങ്ങൾക്കും മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഇത് വേണം എന്ന് പറയുന്ന ആളുകൾക്കുണ്ട്, അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിനുണ്ട് എന്ന് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ വേറൊരു കാര്യം കൂടെയുണ്ട്. വാസവൻ പൂർണ്ണ ഭക്തനാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഭക്തനാണെന്നും ഞാൻ പറയുന്നില്ല, ഭക്തനല്ലെന്നും ഞാൻ പറയുന്നില്ല. ഇത് രണ്ടും പറയാൻ ഞാൻ അശക്തനാണ്. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായ വിവരമില്ല. മറ്റൊന്ന്, അവിടെ നടന്നിട്ടുള്ള ഒരു കാര്യങ്ങളും ഹിന്ദു സമൂഹത്തെയോ, ഇനി അത് ഹിന്ദു സമൂഹം മാറ്റിക്കളയാം നമുക്ക്, അവിടെ അയ്യപ്പ ഭക്തന്മാരായി കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് അപമാനമുണ്ടാക്കുന്ന രീതിയിലാണ് മന്ത്രി വാസവൻ്റെ പെരുമാറ്റം എന്ന് എനിക്ക് ബോധ്യമായിട്ടില്ല. അദ്ദേഹത്തിൻ്റേത് ആ തലത്തിലുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടും. ഈ 1.5 മണിക്കൂർ ചർച്ച നടത്തിയിട്ടും പിന്നീടുള്ള വക്കീലിന് പോലും ബോധ്യപ്പെട്ടില്ല. പിന്നെ എങ്ങനെയാണ് വാസവനെ ബോധ്യപ്പെടാൻ പോകുന്നത്? വാസവൻ എങ്ങനെ തിരുത്താനാണ് പോകുന്നത്? ക്ഷേത്രാരാധനകളിൽ വേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനത് എടുത്ത് എൻ്റെതായൊരു രൂപത്തിൽ ചർച്ച ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അർച്ചനകളും അർപ്പണങ്ങളുമൊക്കെ പരിമിതപ്പെടുത്തണം എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഐ ലീവ് ഇറ്റ് ടു ദം, ഞാൻ അവർക്ക് വിടുന്നു. അതൊക്കെ ഗുണകരമാണോ, അതൊക്കെ ആവശ്യമാണോ, അല്ലെ അങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടുപോയി എവിടെ അമ്പലങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിനോട് എനിക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ യോജിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അത് കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റുകാരെയും നോക്കിപ്പിടിച്ച് കൊണ്ടുപോകുന്നതല്ല. ക്ഷേത്രത്തിൽ ഏതെങ്കിലും ക്ഷേത്രാരാധനയുമായി ബന്ധമില്ലാത്ത, ക്ഷേത്ര പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്ത ആളുകളെ വയ്ക്കുക എന്ന് പറയുന്നത് ഓഫീസിലെ കൗണ്ടറിൽ നിൽക്കുന്ന ആളുകൾ, അത് ചീട്ടാക്കി കൊടുക്കാനുള്ള ആളുകളല്ലാതെ ബാക്കിയെല്ലാം ക്ഷേത്ര ആരാധനയുമായി ബന്ധമുള്ള ആളുകളെ മാത്രമേ അവിടെ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അതിനും വലിയ വലിയ ക്ഷേത്രങ്ങളിലേക്ക് ഈ ക്ഷേത്രത്തിലെ ആളുകളുടെ നിയമനത്തിനു വേണ്ടി റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കി, PSC മോഡൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കി അതിലൂടെ നിയമനങ്ങൾ നടത്തുന്ന ഒരു കാര്യവും കൂടി ഇപ്പോൾ ഒരു സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു സംവിധാനം ഉണ്ട് എന്നേ ഉള്ളൂ. എല്ലാം പിൻവാതിൽ നിയമനമാണ്. CIT-കാരെയാണ് കയറ്റിയിരിക്കുന്നത് ശബരിമലയും മൊത്തം. വക്കീലിന് ഇതിനെക്കുറിച്ച് അറിയാത്തതാണോ അതോ അറിഞ്ഞിട്ടും വക്കീൽ പുറത്ത് പറയാത്തതാണോ എന്ന് എനിക്കറിയില്ല. എല്ലാം CIT-കാരെയാണ് നേരത്തെ കയറ്റിയിരിക്കുന്നത് എന്ന് എനിക്കറിയാത്തതാണ്, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു രൂപത്തിലേക്കും ഭാവത്തിലേക്കും പോകാൻ ഒരു ഭരണകൂടത്തിന് കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യം പിന്നീട് നമുക്ക് ആലോചിക്കാവുന്നതാണ്. വസ്തുതാവിരുദ്ധമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ ഞാൻ അത് തിരുത്താനും തയ്യാറാണ്. അങ്ങനെയല്ല, അതിനകത്ത് ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അക്കോമഡേഷൻ കൺട്രോളിലെങ്കിലും ഓഫീസിലെ അക്കൗണ്ടിങ്ങിലും ഒക്കെയുള്ള അല്ലാതെ ബാക്കിയുള്ള എല്ലാ നടപടികളിലും ക്ഷേത്രവുമായി താന്ത്രിക വിദ്യ പരിചയമുള്ള താന്ത്രിക കുടുംബത്തിൽ ഓരോ ക്ഷേത്രത്തിനും ഓരോരോ 1, 2, 3, 4 ഇല്ലങ്ങളുമൊക്കെ പാരമ്പര്യഗതമായി വരേണ്ടതുണ്ട്. അവിടെ നിന്ന് വരുന്ന ആളുകളാണ്. അവർ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അവരാണ് അതിൽ നിന്നാണ് എടുക്കേണ്ടുന്നത്. അങ്ങനെയുള്ള ഒരു നിയമനങ്ങളൊക്കെ നടത്തുന്നതിനെക്കുറിച്ചൊക്കെ ഒരു പൊതു ചർച്ചയിൽ നമുക്ക് വസ്തുതകൾ നിരത്തി വെക്കാൻ കഴിയാത്തിടത്തോളം കാലം എല്ലാം കമ്മ്യൂണിസ്റ്റ്, എല്ലാം മറ്റത് എന്നൊക്കെ പറഞ്ഞ് ഒരു പൊതുസമൂഹത്തെ പൂർണ്ണമായി നമുക്ക് അവഹേളിക്കാൻ കഴിയില്ല പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയുള്ള സമീപനം സ്വീകരിക്കുകയും
ആചാരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാൻ ബാല്യകാലങ്ങളിൽ തുടങ്ങി ഉള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് മുൻകൈ എടുക്കേണ്ടുന്ന 2 വ്യക്തികളാണ് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഉള്ളത്. അവരെ കൊണ്ടത് കഴിയും, അവരത് ചെയ്യണം. അങ്ങനെ വന്നാൽ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു വ്യക്തമായ ധാരണയും അഭിപ്രായമല്ല ഒരു പഠനവും നടത്തിയിട്ടുള്ള ആളുകൾക്കാവുമ്പോൾ ആചാരത്തിൽ നിന്നും വ്യതിചലിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. അങ്ങനെ ഉള്ള ഒരു പൊതുസമൂഹത്തെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, വിജി തമ്പി. അല്ല, നമ്മുടെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞൊക്കെ നല്ലതാണ്. ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുക എന്നുള്ളതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിലോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഈ ക്ഷേത്രങ്ങളിൽ പൂജാരി ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാരും അവിടുത്തെ അടിച്ചുതലി ഒഴിച്ചുള്ള മറ്റ് സെക്യൂരിറ്റി ആൾക്കാരുള്ള ആൾക്കാരെല്ലാം CIT-കാരാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഇടയ്ക്ക് ഗുരുവായൂർ നടന്നത്. ഗുരുവായൂരിലെ ഭക്തർ വളരെ സങ്കടത്തോടുകൂടി വന്ന് പറഞ്ഞാണ്, അതായത് അവിടെ നടയിൽ പോകുന്ന ഭക്തരെ മുതുകത്ത് ഇടിച്ച് തള്ളി മാറ്റുന്നു. അവിടെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുമായിട്ട് തൊഴാൻ വന്നപ്പോൾ ഒരു കാവൽക്കാരൻ ആ പെൺകുട്ടിയുടെ കൈ കയറി പിടിച്ചിരിക്കുന്നു. ഇതെല്ലാം ഗുരുവായൂർ നടന്ന സംഭവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും ശബരിമലയിലായാലും മറ്റോരോ ക്ഷേത്രങ്ങളിലും ഇതൊക്കെ നടക്കുന്നില്ലേ? അപ്പം ഇവർ പറഞ്ഞ് റിക്രൂട്ടിംഗ് ബോർഡ് ഉണ്ടാക്കുന്നു. റിക്രൂട്ടിംഗ് ബോർഡിന് സ്വാതന്ത്ര്യമുണ്ടോ? എന്തിന്? ദേവസ്വം ബോർഡിന് സ്വാതന്ത്ര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ എന്ത് അധികാരമാണുള്ളത്? ദേവസ്വം ബോർഡ് സ്വയം പര്യാപ്തതയുള്ള അല്ലെങ്കിൽ അതുപോലെ പ്രവർത്തിക്കേണ്ട ഒരു ബോർഡാണ്. അവിടെ മന്ത്രിക്ക് ഒരു കാര്യവുമില്ല. മന്ത്രി എന്ന് പറയുന്നത്, ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് വെറും ആലങ്കാരികമായ ഒരു പദവി മാത്രമാണ്. പക്ഷേ ഇപ്പം അങ്ങനെയാണോ സംഭവിക്കുന്നത്? ഇപ്പോൾ പാർട്ടിക്കാരാണ് തീരുമാനിക്കുന്നത് എങ്ങനെ പോകണം, ദേവസ്വം ബോർഡിൽ ആര് വരണം, ആരാണ് അവിടെ ഭരിക്കേണ്ടത്. ഇപ്പം ഒരു പ്രശാന്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് വന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ഭക്തിയുണ്ട്. എങ്ങനെയോ അദ്ദേഹത്തിന് വെച്ചത് അബദ്ധമായി പോയെന്ന് ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കാര്യം അതുകൊണ്ട് അതുപോലെ എങ്ങനെയൊക്കെ ഇതിനെ തകർക്കാമെന്നാണ് നോക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ശബരിമലയിൽ കഴിഞ്ഞ എത്രയോ ദേവപ്രശ്നങ്ങളിലും പല കാര്യങ്ങളിലും വ്യക്തമായി തെളിഞ്ഞതാണ് അവിടെ മാവരെന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് ശബരിമല അയ്യപ്പനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന്. ആ ദേവപ്രശ്നങ്ങളൊക്കെ ദേവസ്വം ബോർഡ് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് പറ്റി? ഇപ്പം ജനങ്ങളത് മനസ്സിലാക്കി തുടങ്ങി, അയ്യപ്പ ഭക്തർ അത് മനസ്സിലാക്കി തുടങ്ങി. ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർ ഇന്നിപ്പോൾ എരുമേലിയിൽ വരുമ്പോൾ എരുമേലിയിൽ വാവര് പള്ളിയിൽ കയറുന്ന ആൾക്കാരുടെ എണ്ണം തുലവും കുറഞ്ഞു, വളരെ കുറഞ്ഞു. കാര്യം ആൾക്കാരിത് ബോധ്യമായി തുടങ്ങി. പക്ഷെ അതേ സമയത്ത് ശബരിമലയിൽ മണ്ഡലപൂജ സമയത്ത് അവിടെ ഒരു ഉത്സവം പോലെ നടത്തിയപ്പം ഈ പറഞ്ഞ വാവരെ വേഷം കെട്ടിച്ച് ദേവസ്വം ബോർഡ് അവിടെ ഇറക്കി. എന്തിനു വേണ്ടി? അപ്പോൾ ആൾക്കാരുടെ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ എന്തിനാ മുസ്ലിം സമുദായത്തിൽപ്പെട്ട അവരുടെ പണ്ഡിതന്മാർ പോലെ പറഞ്ഞു അവർക്ക് വാവരുമായിട്ടും മുസ്ലിമിന് ബന്ധമില്ല എന്ന്. അപ്പൊ ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇതിനെ ഏത് രീതിയിലേക്ക് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ഓരോ കാര്യങ്ങളിലും ദേവസ്വം ബോർഡ്, അതുപോലെ ഇപ്പം തന്നെ പല ക്ഷേത്രങ്ങളിലും പല അയ്യപ്പ വിളക്കുകൾ നടക്കുന്നിടത്തെല്ലാം വാവരെന്നുള്ള സങ്കല്പം മാറ്റി വാവൂരിനെ പ്രതിഷ്ഠിച്ചു തുടങ്ങി. അപ്പോൾ ആൾക്കാർ, ഭക്തജനങ്ങൾ ഇത് മനസ്സിലാക്കി തുടങ്ങി. ദേവസ്വം ബോർഡ് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഈ പറഞ്ഞ പല ദേവപ്രശ്നങ്ങളിലും കണ്ടത് അവർക്ക് മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ഇത് ഈ ഒരു മാർഗമേ ഉള്ളൂ. ദേവസ്വം ബോർഡിൽ നിന്ന് മാറി ഭക്തരിലേക്ക് ക്ഷേത്രം എത്താതെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല. ക്ഷേത്രങ്ങളുടെ ചൈതന്യം നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്തരെ അകറ്റാനാണ് ശ്രമിക്കുന്നത്. അത് മാറണം. ഭക്തരുടെയാണ് ക്ഷേത്രം, ഈശ്വര വിശ്വാസികളുടെയാണ് ക്ഷേത്രം. അതിലേക്ക് എത്തുക തന്നെ വേണം. ഓക്കെ. എന്തായാലും ഈ ചർച്ച വാസവൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം അദ്ദേഹത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാർ ദയവ് ചെയ്ത് ദേവസ്വം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാതിരിക്കുക. മന്ത്രിസ്ഥാനത്തിരിക്കുകയാണെങ്കിൽ ദേവനോടും ആചാരാനുഷ്ഠാനങ്ങളോടും ആദരവ് പുലർത്താനുള്ള മിനിമം മര്യാദ കാണിക്കണം. അത് പറ്റില്ലെങ്കിൽ ദയവ് ചെയ്ത് അങ്ങോട്ട് പോകരുത്. നിങ്ങളുടെ അവഗണനയും അവഹേളനവും നൽകുന്ന സന്ദേശം പാർട്ടിക്കാരെ ആഹ്ലാദിപ്പിക്കുമായിരിക്കും. അയ്യപ്പ വിശ്വാസികളെ അത് തെല്ലും അലട്ടുന്നില്ല. പക്ഷേ വിശ്വാസി സമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഈ സമീപനം നല്ലതല്ല. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് വാസവൻ മന്ത്രി. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.